أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ ടി.പി. അബ്ദുള്ള കോയ മദീനി അവർകളാണ്. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹം ഉടനെ ഇവിടെ എത്തുന്നതാണ്. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നീട് ഈ യോഗം അധ്യക്ഷം വഹിക്കുന്ന കരുവള്ളി മുഹമ്മദ് മൗലവി അവർകളാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ സംഘത്തിന്റെ മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ തന്നെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതേപോലെ ഇവിടെ പ്രസംഗിക്കുന്നത് ബഹുമാന്യനായ എം മുഹമ്മദ് മദനിയാണ്, കേരള ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറി. പിന്നെ അഹമ്മദ് അലി മദനി, അദ്ദേഹത്തെയും നിങ്ങൾക്കറിയാവുന്നതാണ്, കേരള ജമിയത്തുൽ ഉലമയുടെ വൈസ് പ്രസിഡന്റാണ്. മൊയ്തീൻ കോയ മദീനി, അതേപോലെ തന്നെ മൊയ്തീൻ മദീനി, അലി ഷാക്കിർ മുണ്ടേരി. മൊയ്തീൻ മദീനിയും അതേപോലെ കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു സെക്രട്ടറിമാരിൽ വൈസ് പ്രസിഡന്റ്മാരിൽ ഒരാളാണ്. അലി ഷാക്കിർ മുണ്ടേരി, ഹുസൈൻ ഫൈസി, അതേപോലെ തന്നെ അംസ ബാക്കവി, പി കെ സക്കരിയ സലായി, അംസ ബാക്കവി, സുക്കൂർ സലായി, അബ്ദുറഹ്മാൻ സലഫി, അഹമ്മദ് അനസ് മൗലവി, ഹനീഫ് കായക്കൊടി. ഈ ആളുകളെല്ലാം ഇവരെല്ലാം ഇവിടെ എത്തുന്നതാണ്. ഇതിൽ വരാത്തത് എ പി അബ്ദുൽ ഖാദർ മൗലവി മാത്രമേ ഉള്ളൂ. എ പി അബ്ദുൽ ഖാദർ മൗലവി അദ്ദേഹത്തിന് സുഖമില്ലാതെ പുളിക്കൽ ജാമിയ സലഫയിലാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിരുന്നു. കഴിയുമെങ്കിൽ വരണമെന്ന് ഉണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹത്തിന് ഉഴിച്ചിൽ നിർത്തിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും വരണമെന്ന് ആഗ്രഹിക്കാത്തത് കൊണ്ടല്ല, കഴിയാത്തത് കൊണ്ടാണ് എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹവുമായി ബന്ധപ്പെട്ടിരുന്നു. ഈ ആളുകളെയൊക്കെ ഇവിടെ ഉള്ളവരെ അവരുടെ സാന്നിധ്യത്തിലും ഇല്ലാത്തവരെ അവരുടെ അഭാവത്തിലും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ ബഹുമാന്യനായ കരുവള്ളി മുഹമ്മദ് മൗലവി അവർകളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ സ്റ്റേജിലുള്ള മഹത് വ്യക്തികളെ, എന്നെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യ ശ്രോതാക്കളെ, ഈ യോഗത്തിന്റെ ഉദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. KNMന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം കഴിവും സ്വാധീനവുമുള്ള ഒരു ജില്ലയാണ് മലപ്പുറം ഈസ്റ്റ്. ഈ ജില്ലയിൽ അത്ര മെമ്പർമാർ KNMൽ എവിടെയില്ല. യൂണിറ്റുകളായിട്ടും പിന്നെ മണ്ഡലങ്ങളായുമുള്ള, അതുപോലെ തന്നെ വളരെയധികം പണ്ഡിതന്മാരുള്ള ഒരു ജില്ലയാണ് നമ്മുടേത്. KNMന്റെ സ്ഥാപനങ്ങൾ, കോളേജുകളും മദ്രസകളുമെല്ലാം വളരെ അധികമുള്ളത് ഈ ജില്ലയിലാണ്. അപ്പം അങ്ങനെ പണ്ഡിതന്മാരും വിദ്വാൻമാരുമൊക്കെ അധികമുള്ളപ്പോൾ കുറച്ചൊക്കെ ആശയ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഉണ്ടാവുക സ്വാഭാവികമാണ്. ഈ വ്യത്യാസങ്ങളും തർക്കങ്ങളും സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വിവരമില്ലാത്തവന് തർക്കിക്കേണ്ടതൊന്നുമില്ല. പക്ഷേ പണ്ഡിതന്മാരുടെ ഇടയിൽ എപ്പോഴും ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ചില വ്യത്യാസങ്ങൾ കാലക്രമത്തിൽ മാറി എന്ന് വരും. ചിലതൊക്കെ വളരെ കാലത്തോളം നിലനിന്നു വരും. ഇങ്ങനെയൊക്കെ നമ്മൾക്ക് പലപ്പോഴും പല അനുഭവങ്ങളും ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ചയിലുണ്ടായിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ പരാമർശ വിഷയമായ ഒരു മാന്യനെ സംബന്ധിച്ച് ചില വ്യത്യാസങ്ങളുള്ളതിൽ അതിൻ്റെ ഒരു ഭാഗത്ത് ഞാൻ സാക്ഷിയാണ്. അത് കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു യോഗത്തിന്റെ ഏതാണ്ട് അതിൻ്റെ അവസാന യോഗത്തിൽ എന്ന് എനിക്ക് പറയാം. എൻ്റെ സുഹൃത്ത് അഹമ്മദ് അലി ഇവിടെ ഇരിക്കുന്നുണ്ട്, സലഫി, മറ്റുള്ള മായിൻകുട്ടി സുല്ലമി, ഞങ്ങളൊക്കെ ഉള്ളൊരു യോഗത്തിൽ ബഹുമാന്യനായ സക്കരിയ ഈ വിഷയങ്ങളെ സംബന്ധിച്ച് ഒരു പ്രമേയം ജമിയത്തുൽ ഉലമയിൽ വരികയും ഇപ്പം നേരത്തെ സെക്രട്ടറി പറഞ്ഞ മാതിരി ഇതൊക്കെ ശിർക്കാണെന്ന് വ്യക്തമായി ഒരു കാര്യസാധാരണ സഹിതം ഒരു പ്രമേയം അവതരിക്കുകയും ചെയ്തപ്പോൾ ആ പ്രമേയത്തിൽ ഒരു തലക്കെന്നിങ്ങനെ ഒപ്പിട്ട് അവസാനം അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒപ്പിടണോ? ഞാൻ ഒപ്പിടാമെന്ന് ആദ്യം പറഞ്ഞു. ഇനി ഒപ്പിടണോ എന്ന് ചോദിച്ചു. അല്ല, നിങ്ങൾ ഒപ്പിടുമെന്ന് പറഞ്ഞു. വളരെ ശങ്കിച്ച് വളരെ കഴിഞ്ഞിട്ട് TP ഉണ്ടായിരുന്നു. മനസാലെ തന്നെ അത് പറഞ്ഞിട്ട് തന്നെ അദ്ദേഹം ഒപ്പിട്ടു. ഇത് ശിർക്കാണ്, അല്ലാഹു അല്ലാത്ത ആരോടും പ്രത്യേകിച്ച് ജിന്ന് ശൈത്താനോടൊക്കെ സഹായം തേടുന്നത് ശിർക്കാണ് എന്ന് പറഞ്ഞ് ആ പ്രമേയത്തിൽ അദ്ദേഹം ഒപ്പിട്ടു. അതിപ്പോഴും ജമിയത്തുടെ ഫയലിലുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുശേഷം അതിൽ പല മാറ്റങ്ങളോ അഭിപ്രായങ്ങളോ വന്നു എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മാറ്റം വന്നുകൂടില്ല. അപ്പം നമ്മൾ ഈ പറഞ്ഞ മാതിരി ആ അഭിപ്രായങ്ങൾ തൗഹീദിന് വിരുദ്ധമാണെന്ന് കണ്ടാൽ
പിന്നെ കുറേ ചർച്ചകളൊക്കെ നടന്നു കാണും. മിക്ക ചർച്ചകളിലും അഹമ്മദ് അലി മദനി, സലഫി ഇവരെല്ലാം ഉണ്ട്. ഞാൻ എപ്പോഴെങ്കിലേ എൻ്റെ ശാരീരികമായ വിഷമതകൾ കൊണ്ട് സമകരിക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തുമാകട്ടെ, കേരള നദ്വത്തുൽ മുജാഹിദീനും ജമിയത്തുൽ ഉലമയും കാര്യങ്ങൾ പരിശോധിച്ചിട്ട് ഇന്നത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ കേരള നദ്വത്തുൽ മുജാഹിദീന്റെ അംഗങ്ങളായ ആളുകൾക്ക് ആ അഭിപ്രായത്തെ അംഗീകരിക്കേണ്ട ബാധ്യതയുണ്ട്. അതിനോട് നമുക്ക് എതിർപ്പുണ്ടെങ്കിൽ പറയാം. അങ്ങനെ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് അതിൻ്റേതായ രൂപത്തിലായിരിക്കണം. നമ്മുടെ പ്രസ്ഥാനത്തിനോ നമ്മുടെ പ്രവർത്തനത്തിനോ അത് വിഘാതമാകാത്ത വിധത്തിൽ മേലധികാരികളോട് പറയാം, ജമിയത്തുലമയുടെ പ്രസിഡന്റിനോട് പറയാം, സെക്രട്ടറിയോട് പറയാം, KNMന്റെ പ്രസിഡന്റിനോട് പറയാം, നിങ്ങളുടെ തീരുമാനം തെറ്റാണ്, ഇന്ന കാരണങ്ങളാൽ എന്ന് പറയാം. ഇതാണ് ഈ വിഷയത്തിലുള്ള സാമാന്യമായ എന്നെപ്പോലുള്ള സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷ. ഇത് ബാധ്യസ്ഥരാണ് KNMന്റെ അംഗങ്ങൾ. പിന്നെ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചിട്ടും ഇല്ല. ഇവിടെ ചിലപ്പോൾ പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലുമൊക്കെയായി ഈ KNMന്റെ അഭിപ്രായത്തോട് എതിർപ്പുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ KNMന്റെ പ്രവർത്തനത്തിനോട് എതിർപ്പുള്ളവരുണ്ടാവും. അങ്ങനെയുള്ള പലരുടെയും സ്വാധീനത്തിൽ ഈ പ്രസ്ഥാനത്തിന് അപകടം വരും എന്ന് പലപ്പോഴും എന്നെപ്പോലുള്ള സാധുക്കൾ മനസ്സിലാക്കാറുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. എനിക്കതാണ് പറയാനുള്ളത്. വേറെ ഇതിൻ്റെ വിശദമായ എല്ലാ അംശങ്ങളിലേക്കും കടക്കുവാൻ ഇവിടെ പണ്ഡിതന്മാരുണ്ട്. ഒറ്റ വാക്കിൽ ഞാൻ പറയുന്നതാണ്, KNM ഒരു സംഗതി തീരുമാനിച്ചാൽ, അവരൊക്കെ മൈസൂമീങ്ങളാണെന്നും ഞാൻ പറയുന്നില്ല, എനിക്കോ നിങ്ങൾക്കോ ഒക്കെ അഭിപ്രായ വ്യത്യാസമാണ്. എവിടെയാണ് ഈ അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തത്? ഇവിടെ ദിവസേന അടുത്ത ദിവസം കൂടി ഇവിടെ നമ്മളെ പള്ളിക്കലൂടി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. ഇതൊക്കെ നമ്മളെടുക്ക് സാധാരണ നടക്കുന്ന. പക്ഷേ ഇതിനൊരു വളരെ ശക്തമായിട്ട് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ബുദ്ധി തന്നിട്ടുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ കാര്യങ്ങൾ തീർച്ചപ്പെടുത്താൻ സാധിക്കും. പക്ഷേ മാന്യമായ ഒരു സ്ഥിതി, ഒരു സംഘടനയിൽ അംഗങ്ങളായി തീർന്നാൽ ആ സംഘടനയുടെ നേതൃഭാഗത്തുനിന്നുണ്ടാവുന്ന കൽപ്പനകളോ വിധികളോ അംഗീകരിക്കേണ്ട ബാധ്യത ആ സമുദായത്തിൻ്റെ ആൾക്കാർക്കുണ്ടെന്നുള്ള. ഇത് ഒരു വ്യവസ്ഥയാണ്. ഒരു വലിയ ശറയായ ഒരു വിധി എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ശറയായ വിധികൾ പരിശോധിച്ചാലും അങ്ങനെയാണ്. ഒരു വ്യവസ്ഥ ഉണ്ട്. ആ വ്യവസ്ഥയിൽ അംഗത്വമുള്ള ആള് ആ വ്യവസ്ഥയെ അംഗീകരിക്കണം. ഇവർ സമയത്തിന് ഈ നികുതി പിരിക്കുന്ന, അതായത് ടാക്സ് പിരിക്കുന്നവരൊക്കെ അവരൊക്കെ കള്ളന്മാരാണ്, അവർ അതുകൊണ്ട് ദൂർത്തടിക്കുകയാണ്, കുഴപ്പമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഖലീഫ പറഞ്ഞത് അവരെന്ത് ചെയ്താലും വേണ്ടിയില്ല, അവരയിൽ തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞു. ഭരണ അറേഞ്ച്മെൻ്റാണത്. ഒരു ഭരണത്തിൻ്റെ കീഴിൽ ഒരു റൂൾ വരുമ്പോൾ അതിന് അവരെതിർത്ത് എന്ത് കുഴപ്പമാണ്, നിർബന്ധമായിട്ട് അവരിൽ തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞു. അതേമാതിരി ഒരു ഭരണത്തിൻ്റെ ഒരു അധികാരത്തിൻ്റെ കീഴിൽ നമ്മൾ അംഗത്വം എടുത്തു വരുമ്പോൾ ഇതിന് വലിയ കുഴപ്പമുണ്ടാക്കി അതിന് കുഴപ്പമൊക്കെ ഉണ്ടാക്കണം. വാസ്തവത്തിൽ ഞാൻ ഈ യോഗത്തിന് സംബന്ധിച്ചത് ഇതൊക്കെ ഇവരെല്ലാം ഭംഗിയായി പഠിക്കുക. ഞാൻ നിങ്ങളോട് പറയുന്നത്, സ്നേഹിതന്മാരെ, ഇതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കും. പക്ഷേ ഈ സമ്മേളനമുണ്ടല്ലോ, അതിന്ന് ആരുടെ മുന്നിലുമല്ല. പഴയ കാലത്തെ നമ്മളുടെ സമ്മേളനത്തിൽ നിങ്ങളുടെ മനസ്സിലൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മളൊക്കെ കണ്ടതാണ്. ആ സമ്മേളനത്തിൻ്റെ വലുപ്പവും ഗൗരവവും നോക്കുമ്പോൾ അതിൽ കുറയാത്ത ഒന്ന് വരണം. KNMന്റെ മുജാഹിദിന്റെ പേറ്റില്ലുമാണ് കോഴിക്കോട്, മലപ്പുറം. ഇവിടെ അത്തരം സമ്മേളനങ്ങൾക്ക് ഇതുവരെ നമ്മൾ എത്തിച്ചെല്ലില്ല. പുറത്ത് എവിടെയെങ്കിലും നടന്നു നോക്കി, എവിടെയാണ് സമ്മേളനത്തിന്റെ ബോർഡ്, എവിടെയാണ് സമ്മേളനത്തിന്റെ പരസ്യം? സമ്മേളനം തന്നെ ആരുടെ വാക്കിലും ഇല്ല. ഈ നില തുടരാൻ പാടില്ല. ഞാനിപ്പോൾ ഇതുപോലെ തന്നെ ഇവിടെ നമുക്ക് വിശദീകരണം പ്രത്യേകവും നടക്കട്ടെ, നമുക്ക് ആലോചിക്കാം, നമുക്ക് കേൾക്കാൻ ചെയ്യാം. പക്ഷേ സമ്മേളനം നിങ്ങൾക്ക് ആദ്യവും മുന്നിൽ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇത് നമ്മുടെ നാടൻ ഭാഷയിൽ ഒരു ചെല്ലുണ്ട്, കല്യാണം കൊണ്ട് കാനേത്ത് മറന്നു എന്നാ. കല്യാണം കൊണ്ട് കാനേത്ത് മറന്നു. നമ്മളിപ്പോൾ ഈ വലിയ ആർഭാടത്തോടുകൂടി വലിയ കല്യാണം കഴിച്ചു, അതും ഇതും വിളക്കും വാലും കച്ചേരിയും ഒക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഒക്കെ 10 മുതൽക്ക് തുടങ്ങി രാത്രി 12 മണി വരെ ഇതൊക്കെ അവസാനം കഴിഞ്ഞിട്ട് എല്ലാം പിരിഞ്ഞപ്പോൾ വീട്ടുകാരനോട്
ഭാര്യ ചോദിച്ചു, അല്ല എപ്പോഴേ നിക്കാഹ് നടന്നത്? അല്ലല്ല അത് മറന്നല്ലോ എന്ന് പറഞ്ഞു മൂപ്പര്. അപ്പോ ഈ കല്യാണത്തിന്റെ ആർഭാടത്തിൽ നിക്കാഹ് മറന്ന പോലെ നമ്മളുടെ ഈ ചർച്ചകളിലും മീറ്റിംഗിന്റെയും അല്ല ആർഭാടത്തിൽ നിങ്ങൾ സമ്മേളനം മറക്കരുത് എന്ന എൻ്റെ അപേക്ഷയാണ് വാസ്തവത്തിലുള്ളത്. അത് നമ്മൾക്ക് പല വിധത്തിൽ നിയോഗിക്കുന്നുണ്ട്. നമ്മൾ ഒന്നായി പ്രവർത്തിക്കണം. ISM വേണം, MSM വേണം, നമ്മുടെ എല്ലാ ഗാംഗുകളും. കാരണം ഏതെങ്കിലും ഒരു ഭാഗത്തെ നമ്മളുടെ യൂണിറ്റ് അല്ലെങ്കിൽ മണ്ഡലം അല്ലെങ്കിൽ ജില്ല ക്ഷീണമായിരുന്നാൽ ഇതിനാകെ ബാധിക്കും ആ ക്ഷീണം. അപ്പൊ എവിടെല്ലാം ക്ഷീണമുള്ള ഘട്ടമുണ്ടോ അതെല്ലാം നിങ്ങൾ സഹോദരന്മാർ ഈ കേനമിന്റെ ഈ സമുദായത്തെ വിചാരിച്ചിട്ട് ആ പ്രശസ്തി കെടുത്തരുത്. ഞാൻ പലപ്പോഴും ഓർത്തുപോകും ഇതൊക്കെ പറയുമ്പോഴേ. നിങ്ങളൊക്കെ കണ്ടതാണ് നമ്മൾ ഇവിടുത്തെ ചകരംകുളത്തെ സമ്മേളനം. എന്താണ് നാഴികോളം നീളത്തിൽ മനുഷ്യന്മാർ എവിടെ ഇരുന്നാലും കേൾക്കാൻ സാധിക്കുന്ന, എവിടെയും നിസ്കരിക്കാൻ, എവിടെയും കിടക്കാൻ എല്ലാ ആവശ്യം. അങ്ങനെയുള്ളൊരു പരിപാടി സംഘടിപ്പിക്കണമെങ്കിൽ നമ്മളെ മുന്നിൽ ഇനി 2 മാസം 3 മാസമുള്ളൂ. ഈ മാസത്തിനുള്ളിൽ നമ്മൾ ഓരോരുത്തരും ആ രംഗത്ത് തലമുറയ്ക്ക് പ്രവർത്തിച്ചാൽ തന്നെ എവിടെ എത്തുന്നുള്ള സംശയമാണ്. അള്ളാഹു സഹായിക്കട്ടെ. ഞാൻ എൻ്റെ പ്രധാനമായിട്ടും എനിക്ക്, കാരണം ഈ വിഷയത്തിലൊക്കെ അഗാധമായി പാണ്ഡിത്യമുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. നമുക്കും തന്നെ കേട്ടിട്ട് സാധാരണ ഒരു ഇതുണ്ട്, ഇഖ്തിലാഫുൽ അഇമ്മ റഹ്മത്തുല്ലിൽ ഉമ്മ. ഈ നേതാക്കന്മാർ തമ്മിലുള്ള അഭിപ്രായമൊക്കെ ഉണ്ടല്ലോ, അത് ജനങ്ങൾക്ക് അനുഗ്രഹമാണെന്ന. ഇത് വലിയ ഹദീസായിട്ടൊന്നും ആരും എടുക്കുന്നില്ല. മൗലാന ആസാദ് അദ്ദേഹത്തിന്റെ അൽബലാഗയിൽ ഇതിനെപ്പറ്റി കുറെ എഴുതിയിട്ടുണ്ട്. ഇതിൽ ഒരുപാട് ഹദീസുകൾ എന്ന് പറഞ്ഞാണ്ട് പലരും കൊണ്ടുവന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഏതായിരുന്നു ഒരു അർത്ഥമുള്ള പദമാണ്. പണ്ഡിതന്മാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം നമുക്കൊക്കെ ഇപ്പൊ ഈ വിഷയം പഠിക്കാനായി. ഈ ഏതാണ് ശിർക്ക്, ഏതാണ് അല്ലാത്തത്, എന്താണ് എന്നുള്ളത് പണ്ട് നമ്മളിങ്ങനെ ശിർക്കാന്ന് പറയുന്നുള്ളൂ. ഇത് സംബന്ധമായ പല ഗ്രന്ഥങ്ങളും കാര്യങ്ങളുമൊക്കെ സലഫിയൊക്കെ അക്കിട്ടിട്ട് പറയും 1, 2, 3 എന്നിങ്ങനെ. അപ്പൊ ഇങ്ങനെ കുറെ ഈ കാര്യങ്ങൾ പഠിക്കാൻ എന്നെ പോലുള്ളവർക്ക് കൂടി സൗകര്യമായി. അപ്പൊ ഈ അഭിപ്രായങ്ങളൊക്കെ നല്ലതാണ്, ഞാൻ അതിന് പ്രോത്സാഹനം ചെയ്യുകയല്ല. ഞാൻ വീണ്ടും നിങ്ങളോട് ഈ കാര്യമാണ് പറയുന്നത്. സമ്മേളനത്തിന് ഞാൻ അവസാനിക്കട്ടെ. ഞാൻ അധികം പ്രസംഗിക്കില്ല, എനിക്ക് അങ്ങനെ നിൽക്കാനും വിഷമമാണ്. പക്ഷേ ഞാൻ ഈ എൻ്റെ വലിയ വേദന കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ സമ്മേളനം നിങ്ങൾ മറക്കരുത്. അതുമാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രസ്ഥാനത്തിന് അർഹമായ പ്രശസ്തി ഇനിയും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട കരുവള്ളി മുഹമ്മദ് മൗലവി, സ്റ്റേജിൽ ഉപവിഷ്ടരായ നേതാക്കളെ, സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട കരുവള്ളി മുഹമ്മദ് മൗലവി പ്രസംഗത്തിൽ തുടങ്ങിവെച്ച കാര്യം കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു യോഗത്തെ സംബന്ധിച്ചാണ്. കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ ദൗറകളിൽ പല വിഷയങ്ങളും ചർച്ച ചെയ്യാറുണ്ട്. ദൗറ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരെല്ലാം കൂടി ഇരുന്നിട്ട് പ്രത്യേകമായി അവരുടെ മുമ്പാകെ വരുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് ചർച്ച നടത്തും. അത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അങ്ങും ഇങ്ങും കാര്യങ്ങൾ ഗ്രഹിക്കും. ഒരു സന്ദർഭത്തിൽ ജിന്നിനോട് സഹായം തേടിയാൽ അത് ശിർക്കാണോ അല്ലേ, അതിന്റെ മതവിധി എന്ത് എന്ന വിഷയം എനിക്ക് ചർച്ച ചെയ്യണമെന്ന് അബ്ദുൽ ജബ്ബാർ മൗലവി ആവശ്യപ്പെട്ടതനുസരിച്ച് ജമിയത്തുൽ ഉലമ നടത്തി. അപ്പോൾ ജമിയത്തുൽ ഉലമയുടെ അംഗങ്ങൾ അദ്ദേഹത്തിന് ആവശ്യമായ സമയം അനുവദിച്ചു കൊടുത്തു. അദ്ദേഹത്തിന്റെ സുദീർഘമായ പ്രസംഗത്തിൽ ജിന്നിനോട് സഹായം തേടിയാൽ അത് ശിർക്കല്ല എന്നാണ് പറഞ്ഞത്. അതിന്റെ മതവിധി എന്ത് എന്ന് ചോദിച്ചപ്പോൾ അത് ജമിയത്തുൽ ഉലമക്ക് തീരുമാനിക്കാം, ശിർക്കല്ല എന്ന് ശക്തിയായി പറഞ്ഞു. തുടർന്ന് ഈ സ്റ്റേജിൽ തന്നെയുള്ള ബഹുമാനപ്പെട്ട ഹംസ ബാക്കവി അത് സംബന്ധിച്ച് പ്രതിപാദിച്ച് സംസാരിച്ചു. അത് ശിർക്ക് തന്നെയാണ് എന്ന് അദ്ദേഹം ഖുർആൻ കൊണ്ടും ഹദീസുകൾ കൊണ്ടും തെളിയിച്ചു. യാ ഇബാദല്ലാഹ് ആയിനൂനി എന്നുള്ള ഹദീസ് ദഈഫാണെന്നും
അത് വെച്ച് ഒന്നും നമുക്ക് ചെയ്യാൻ പാടില്ലെന്നും ഖുർആന്റെ ആയത്തുകൾ ഓതിക്കൊണ്ടും വിവിധ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ടും അദ്ദേഹം സ്ഥാപിച്ചു. തുടർന്ന് അവിടെ അത് സംബന്ധിച്ച് ചർച്ച നടന്നു. ചർച്ചയിൽ ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും അത് ശിർക്ക് തന്നെയാണെന്ന് പറഞ്ഞു. ചിലർ ഒന്നുകൂടി ചില കാര്യങ്ങൾ ആലോചിക്കാനുണ്ട്, അതാലോചിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞു. അഭിപ്രായങ്ങൾ ഓരോരുത്തരോടും ചോദിച്ചു. ബഹുമാനപ്പെട്ട കുഞ്ഞു മുഹമ്മദ് മദനി, അതുപോലെ അബ്ദുറഹ്മാൻ സലഫി, എം മുഹമ്മദ് മദനി, സെക്രട്ടറിമാരെല്ലാം ഉണ്ടായിരുന്നു. ഒരു സന്ദർഭത്തിൽ അത് സംബന്ധിച്ച് ചർച്ച വന്നപ്പോൾ ഓരോരുത്തരുമായി അവനവന്റെ അഭിപ്രായം പ്രകടിപ്പിക്കേണ്ടതാണെന്ന് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞു. ഓരോ പണ്ഡിതനും അവനവന്റെ അഭിപ്രായം പ്രകടിപ്പിച്ചു. അതിൽ ബഹുഭൂരിഭാഗവും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്, ശിർക്കാണെന്ന് പറഞ്ഞു. തുടർന്ന് അന്ന് നടന്ന ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അത് വിശദമായി പഠിച്ച് അടുത്ത ദൗറയിലേക്ക് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ ഹനീഫ കായക്കൊടി, ഫൈസൽ മുസ്ലിയാർ എന്നീ പണ്ഡിതന്മാരെ ചുമതലപ്പെടുത്തിയാണ് യോഗം പിരിഞ്ഞത്. പിറ്റത്തെ യോഗത്തിൽ ആ രണ്ടാളും അത് തയ്യാറാക്കി വന്നു. ആ ലേഖനം അവിടെ വായിച്ചത് ഫൈസൽ മുസ്ലിയാറാണ്. ആ ലേഖനത്തിൽ സവിസ്തരം പ്രതിപാദിക്കുകയും അതിലെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് ശിർക്കാണെന്ന് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. ആ ലേഖനമാണ് അവിടെ വായിച്ചത്. തുടർന്ന് അതിന്മേലും ചർച്ച നടന്നു. പിന്നീട് തീരുമാനിച്ചു ഇത് ജമിയത്തുൽ ഉലമ എക്സിക്യൂട്ടീവിന് കൊടുക്കുക, ഈ തീരുമാനമാണ് ശരി. ഏതായിരുന്നാലും അത് എക്സിക്യൂട്ടീവാണ്, ജമിയത്തിന്റെ എക്സിക്യൂട്ടീവാണ് കൂടുതൽ ഗഹനമായിട്ട് ഈ വിഷയത്തെപ്പറ്റി പഠിച്ച് തീരുമാനമെടുക്കേണ്ടത്. അതുകൊണ്ട് അത് റിപ്പോർട്ടായിട്ട് ജമിയത്തുൽ ഉലമയ്ക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. ദൗറ പിരിഞ്ഞു. തദടിസ്ഥാനത്തിൽ പിന്നെ ജമിയത്തുൽ ഉലമയ്ക്ക് കിട്ടിയ ആ ലെറ്റർ അനുസരിച്ച് ജമിയത്തുൽ ഉലമയുടെ യോഗം ബഹുമാനപ്പെട്ട മുഹമ്മദ് മദനി അവർ വിളിച്ചുകൂട്ടുകയും മദീനത്തുൽ ഉലമയിൽ വെച്ച് അതിൽ ചർച്ച നടക്കുകയും ചെയ്തു. ആ ചർച്ചയിൽ അവരുടെ കാര്യമാണ് മൗലവി സാഹിബ് ഇവിടെ പരാമർശിച്ചത്. ആ ചർച്ചയിൽ എല്ലാവരും അത് ശിർക്കാണെന്ന് പറഞ്ഞു. ഈ അഭിപ്രായം ശരിയാണ്, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ പണ്ഡിതന്മാർ എഴുതിയ ലേഖനം പ്രമേയമായിട്ട് നമുക്ക് അംഗീകരിക്കാം എന്നെല്ലാവരും പറഞ്ഞു. പക്ഷേ ബഹുമാനപ്പെട്ട നമ്മുടെ സക്കരിയ സ്വലാഹി അത് ശിർക്കാണെന്ന് പറയാൻ പറ്റില്ല, അത് ശിർക്കിലേക്കുള്ള വസീലയാവുള്ളൂ, ശിർക്ക് എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സുദീർഘമായി ചർച്ച നടക്കുകയും എല്ലാവരും ഈ അഭിപ്രായം താങ്കൾ അംഗീകരിക്കണം, ഇത് ശരിയല്ല താങ്കൾ ഈ പറയുന്നത്, തെളിവുകളൊക്കെ നമുക്ക് തന്ന തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇത് ശിർക്കാണെന്നാണ് വരുന്നത്, വസീലാകാൻ പറ്റൂല. കാരണം ഇത് അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടുകയാണ്. അപ്പൊ അത് അയിനു ശിർക്കാണ്. പിന്നെ വേറൊരു പ്രശ്നമില്ല അവിടെ. അതേസമയത്ത് ഒരു ജാറം കെട്ടിപ്പടുക്കുകയാണെങ്കിൽ അത് ആൾക്കാരവിടെ വന്ന് പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ നടത്തുകയും നേർച്ച നടത്തുകയും ചെയ്യാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് അത് ശിർക്കിലേക്കുള്ള വസീലയാണ്, മാർഗമാണെന്ന് പറയാം. ഇത് ശിർക്ക് തന്നെയാണ്. അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടിയാൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഘടകവിരുദ്ധമാണ്. അത് പണ്ഡിതന്മാരുടെ അഭിപ്രായം ഇത് ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ അങ്ങനെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ശിർക്ക് തന്നെയാണ് എന്ന് സദസ്സിലുള്ള എല്ലാവരും പറഞ്ഞു, കരുവള്ളി അടക്കം പറഞ്ഞു. അത് സുദീർഘമായി 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ വാദം പിൻവലിക്കാത്തത് കൊണ്ട് കരുവള്ളി അടക്കമുള്ള പണ്ഡിതന്മാർ സദസ്സിൽ നിന്ന് ഞങ്ങൾക്ക് പോകണം എന്ന് പറഞ്ഞ് സമ്മതം ചോദിച്ചു പോയി. എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മുടെ സെക്രട്ടറി മുഹമ്മദ് മദനി അടക്കം തന്റെ കുടുംബത്തിലെത്തേണ്ട ഒരു സമയമാണിത്. രാത്രി 8 മണിയായി. എനിക്ക് അടിയന്തരമായി എത്തേണ്ട ആവശ്യമുണ്ട്, അതുകൊണ്ട് ഈ ബുക്ക് ഏറ്റുവാങ്ങണമെന്ന് സെലഫിനോട് പറഞ്ഞ് ബുക്ക് ഏറ്റു കൊടുത്തിട്ട് അദ്ദേഹവും പോയി. സമ്മതം ചോദിച്ചാണ് പോകുന്നത്. പോകാതിരിക്കാൻ വയ്യ, 3-4 മണിക്കൂറായി. അവസാനം ഞങ്ങളൊക്കെ അല്പം വൈകാരികമായി തന്നെ സക്കരിയയോട് സംസാരിച്ചു. താങ്കൾ ഈ ചെയ്യുന്നത് ശരിയല്ല, താങ്കളൊരു ഭാഗത്തും ഞങ്ങളൊരു ഭാഗത്തുമായിട്ട് തൗഹീദിന്റെ വിഷയത്തിൽ സംസാരിക്കേണ്ട ഘട്ടം വരിക എന്ന് പറഞ്ഞാൽ സങ്കടമുണ്ട്. അത് മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല സഹോദര. അതുകൊണ്ട് താങ്കൾ ഈ വേണ്ടാത്ത വാദവുമായി നിൽക്കരുത്, അത് ശിർക്ക് എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മളെ പഴയ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞ കാര്യമാണ്.
ആധുനിക പണ്ഡിതന്മാരും പറഞ്ഞതാണ്. ഖുർആന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ അധികം ആവശ്യമില്ല. സാധാരണക്കാരായ നമ്മുടെ പ്രവർത്തകന്മാർക്ക് വരെ ഗ്രഹിക്കാൻ കഴിഞ്ഞൊരു കാര്യമാണത്. അതുകൊണ്ട് അതിൽ നിന്ന് താങ്കൾ മാറരുതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കൂട്ടാക്കിയില്ല. അവസാനം ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സലഫി, നിങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാതിരിക്കും, എനിക്കല്പം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് നിന്ന് അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹം വളരെ കാര്യഗൗരവത്തിൽ സക്കരിയാക്ക് കാര്യങ്ങൾ ബോധിപ്പിച്ചു. ഞാൻ എന്തെങ്കിലും വിചാരിക്കരുത്, എന്നെപ്പറ്റി ഇനി തെറ്റിദ്ധരിക്കരുത്, താങ്കളോടുള്ള വിരോധമുണ്ടെന്ന് വിചാരിക്കരുത്, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, അതിനൊക്കെ വേറെ മാർഗങ്ങളുണ്ടാവും. പക്ഷെ ഇത് ദീനിന്റെ കാര്യമാണ്. താങ്കൾ പഠിച്ച ആളാണ്, ഞാനും പഠിപ്പിച്ചിട്ടുണ്ട് താങ്കളെ. പല കാര്യങ്ങൾക്കും താങ്കൾ ഉയർന്നു കാണുന്നില്ല, സന്തോഷിക്കുന്നവനാണ് ഈ വ്യക്തി, തെറ്റിദ്ധരിക്കരുത്. ദയവായിട്ട് ഈ കാര്യം മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവരെടുത്ത് ഇതിന്റെ മുഴുവൻ കുറ്റക്കാരൻ താങ്കളാവും. ഒരു ഭാഗത്ത് ശിർക്ക് പ്രചരിപ്പിക്കാൻ മറ്റുള്ളവരെടുക്കുന്ന അടവുകൾക്ക് താങ്കൾ കുറ്റക്കാരനാവുമെന്ന് ബോധ്യമാണ്. ഇതുകൊണ്ട് സങ്കടത്തോടുകൂടി പറയാണ്, താങ്കൾ ഇത് സമ്മതിക്കേണ്ടതാണല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സർ എടുക്കൂ, എനിക്ക് വിശ്വാസമായി, ഞാനതിൽ ഒപ്പിടാമെന്ന് പറഞ്ഞു. അപ്പോൾ സലഫി പറഞ്ഞു, എന്റെ നിർബന്ധത്തിന് വഴങ്ങി ഒപ്പിടേണ്ട. ആ സമയത്ത് ഞാനും TP അബ്ദുൽ ഖായം മദനിയും അദ്ദേഹത്തിന്റെ അടുത്തുണ്ട്. നമ്മുടെ മായിൻകുട്ടി സുല്ലമിയും റസാഖ് ബാക്കവിയും അതിന് കുറച്ചപ്പുറത്ത് വാഹനം കാത്തു നിൽക്കുന്നുണ്ട്. അതായത് സലഫിന്റെ വാഹനത്തിൽ പോകാൻ വേണ്ടി പുറത്ത് നിൽക്കുകയാണ്. അവർ ഈ യോഗത്തിൽ ചർച്ചയിൽ പങ്കെടുത്തതാണ്, പിന്നെ ഇത് കഴിയാത്തതുകൊണ്ട് പുറത്ത് നിൽക്കുന്നത്. അപ്പോൾ അത് ഞാൻ എന്റെ മനസ്സുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ബുക്ക് എടുക്കണം, ഞാൻ അതിൽ ഒപ്പിടുന്നതാണ്. അങ്ങനെ ഒപ്പിട്ടു. അതാണ് മൗലവി പറഞ്ഞ ഒപ്പിടരുത്. ഒരുപാട് നേരം അത് സമ്മതിച്ചില്ല, പിന്നെ അവസാനം ഒപ്പിട്ടു. അതാണ് സംഭവം. പിന്നീട് ആ ഒപ്പിനെതിരിലാണ് പ്രസംഗിച്ചത്. അവസാനം ഇപ്പൊ 4 ദിവസം മുമ്പ് തൃശ്ശൂർ അദ്ദേഹം പ്രസംഗിച്ചു, കൈപ്പാമംഗലത്ത്. അതും ബൈലക്സിൽ വന്നതാ. അദ്ദേഹം പ്രസംഗിച്ചത് ഇല്ലാ മൻ ഉക്രിഹ വഖൽബുഹു മുത്മയിന്നുൻ ബിൽ ഈമാൻ എന്ന നിലയ്ക്ക് ഒപ്പിട്ടതാണ്. ഞാൻ നിർബന്ധിതാവസ്ഥയിൽ ഒപ്പിട്ട് പോയതാണ്. ഒരു നിർബന്ധം അവിടെ ഉണ്ടാക്കിയിട്ടില്ല. നിർബന്ധിതാവസ്ഥയിൽ ഞാൻ ഒപ്പിട്ട് പോയതാണ്, യഥാർത്ഥത്തിൽ ശിർക്കല്ല എന്നാ പ്രസംഗിച്ചത്. അത് നമ്മൾ ഒപ്പിടൂലേ? അങ്ങനെ പറയേണ്ടി വരൂലേ? അയ്യപ്പന്മാരെല്ലാം കൂടി വന്നിട്ട് അയ്യപ്പോ സ്വാമിയെ അയ്യപ്പോ എന്ന് പറയാൻ പറഞ്ഞാൽ ചില നിർബന്ധ പരീക്ഷ നമ്മൾ പറഞ്ഞു പോവും, നമ്മളെ കൽബിൽ അല്ലാഹ് ഉണ്ടാവും. അങ്ങനെ പറഞ്ഞാൽ തെറ്റാണോ? അത് അല്ലാഹു തആല ഇല്ലാമൻ നുക്രിയ വഖൽബുഹു മുത്മയിന്നുൻ ബിൽ ഈമാൻ ഈ ആയത്ത് സൂറത്തുൻ നഹ്ലിൽ കാണാം. നിർബന്ധമായി നിർബന്ധിതാവസ്ഥയിൽ അവന്റെ ഈമാൻ ശരിക്ക് തളച്ചു പറയുന്നു. നിർബന്ധിതാവസ്ഥയിൽ നിർബന്ധിക്കപ്പെട്ടവൻ ഒഴികെ എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. അങ്ങനെ നിർബന്ധത്തിന്റെ പേരിലാണ് ഞാൻ അത് ശിർക്ക് ആണ് എന്ന് ഒപ്പിട്ട് എന്ന് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ എന്താ പ്രസംഗിച്ചൊന്നും എനിക്കറിയില്ല. മാതൃഭൂമിയിൽ ഞാൻ വായിച്ചു ശിർക്ക് തന്നെയാണ്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിയുന്നതിനെ സംബന്ധിച്ച് എന്താ പറയേണ്ടത്? ഈ കാരണം വാസ്തവത്തിൽ ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്. വളരെയേറെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഇത് പറയുന്നത്. അദ്ദേഹത്തെ പോലുള്ള ഒരു സഹോദരൻ, തൗഹീദിന് വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു സഹോദരൻ, ഖുർആനും സുന്നത്തും പഠിച്ച ഒരു സഹോദരൻ, നമ്മുടെ സ്ഥാപനത്തിൽ വളർന്ന് ജീവിച്ച് നമ്മുടെ കൂട്ടത്തിൽ വളരെ പ്രഗത്ഭനായ ഒരു വ്യക്തിത്വത്തോടു കൂടിയിട്ട് ദീനിന് വേണ്ടി സേവനം ചെയ്തൊരു വ്യക്തി ഈ നിലയിൽ മാറിപ്പോകുന്നതിന് സങ്കടമുണ്ട്. ശിർക്കായ ഒരു കാര്യം ശിർക്കല്ല എന്ന് പറയാന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമാണ്. ഞാൻ ഒപ്പിട്ട് നിർബന്ധിത പരീക്ഷയിലാണെന്ന് അദ്ദേഹം പറഞ്ഞത്. ഇതിന്റെ ആ നിലപാട് മനസ്സിലാക്കിയിട്ട് പല സന്ദർഭങ്ങളിൽ അദ്ദേഹത്തെ ഞങ്ങൾ സംസാരിക്കുകയും അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് വാങ്ങുകയും ചെയ്തതാണ്. സ്റ്റേറ്റ്മെന്റ് ഒന്ന് പറയും, പിന്നെ അതിനെതിരെ പ്രസംഗിക്കുകയും ചെയ്യും. അങ്ങനത്തെ സന്ദർഭങ്ങളുണ്ടായി. ഇതൊക്കെ രേഖകളുണ്ട്. പക്ഷെ ആ രേഖകളൊന്നും അല്ല പ്രശ്നം. അതൊക്കെ അങ്ങനെയാണെങ്കിലും ശരി, അദ്ദേഹം ഒരു പണ്ഡിതനായി നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന സഹോദരനാണ്. അദ്ദേഹത്തിന് അവസരം കൊടുക്കണം. പല അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, അത് ഏകീകരിപ്പിക്കാണ് വേണ്ടത് എന്ന് കരുവള്ളി സൂചിപ്പിച്ച പോലെ ഏകീകരിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങേയറ്റം പരിശ്രമിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ എക്സിക്യൂട്ടീവ് യോഗത്തിൽ അത് സമർത്ഥിക്കുകയും ചെയ്തു. അദ്ദേഹം ഇങ്ങനെയൊക്കെ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. പിന്നെ അതിനുശേഷം അതിനെതിരെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ശരി തന്നെയാണ്, എങ്കിലും അദ്ദേഹത്തോടൊരു സ്റ്റേറ്റ്മെന്റ് വാങ്ങാം, അത് ഞങ്ങൾ ഏറ്റു എന്ന് പറഞ്ഞിട്ട് എക്സിക്യൂട്ടീവിന്റെ സമ്മതത്തോടു കൂടിയ ഒരു സ്റ്റേറ്റ്മെന്റ്, എക്സിക്യൂട്ടീവ് തീരുമാനിച്ച സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തു. ആ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞതിൽ എനിക്ക് ഖേദമുണ്ട്, അതുകൊണ്ട്
ഞാനൊരു ലേഖനം എഴുതിത്തരുന്നതാണ്. അത് ജമിയത്തിനോ പരിശോധിച്ചതിന് ശേഷം അത് വിചിന്തനത്തിൽ പ്രസിദ്ധീകരിക്കണം. ഇത് ശിർക്കാണ് എന്നുള്ളത് തീർത്തു പറഞ്ഞുകൊണ്ട് ലേഖനം തരാം എന്നാണ് സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുത്തത്. അത് ഒപ്പിട്ട് തന്നാൽ അതോടുകൂടി പ്രശ്നം തീർന്നു എന്നാണ്. അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ഈ സ്റ്റേറ്റ്മെന്റ് കൊടുത്തതാണ്. അദ്ദേഹം സമ്മതിച്ചില്ല. എനിക്കിത് പഠിക്കണം, ആലോചിക്കണം എന്നാണ്. സമയം തരാം, പഠിക്കാൻ ആലോചിക്കാൻ സമയം തരാമെന്ന് പറഞ്ഞു. എത്ര സമയം? അത് പറയാൻ പറ്റൂല എന്ന്. പറയാൻ പറ്റാത്ത സമയം വരെ കാലഘട്ടം കഴിച്ചു പോകാൻ പറ്റുമോ? ഒരു എക്സിക്യൂട്ടീവ് ഞങ്ങൾ എന്താ അഭിമുഖീകരിക്കും, ഞങ്ങൾ എന്താ പറയേണ്ടത്, അത് പറയാൻ പറ്റില്ല. എപ്പോഴാണ് തരാൻ പറയാം, എപ്പോഴാണ് സ്റ്റേറ്റ്മെന്റ് തരാൻ പറ്റുക, അതൊന്നും പറയാൻ പറ്റില്ല. ഇതിൽ ഒപ്പിടാൻ പറ്റുമോ? ഒപ്പിടാൻ പറ്റില്ല. ആലോചിക്കണം, പഠിക്കണം. പഠിക്കാൻ സമയം തരാം, എത്രയെന്ന് പറഞ്ഞു, അത് പറയാൻ പറ്റില്ല. അങ്ങനെ പോയത്. പിന്നീട് എക്സിക്യൂട്ടീവ് യോഗം വന്നപ്പോൾ നിർബന്ധമായും ഈ സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ എക്സിക്യൂട്ടീവിൽ പറയേണ്ടി വന്നു. കഴിഞ്ഞ എക്സിക്യൂട്ടീവിൽ ഞങ്ങൾ ഏറ്റെടുത്ത കാര്യമാണ്. പക്ഷേ അത് സാധ്യമായിട്ടില്ല. ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ എക്സിക്യൂട്ടീവ് തീരുമാനിച്ചു, തൽക്കാലം അദ്ദേഹം നമ്മുടെ കൂട്ടത്തിൽ ഇങ്ങനെ പ്രവർത്തിച്ച ബുദ്ധിമുട്ടാണ്, സസ്പെൻഡ് ചെയ്യണം, ഡിസ്മിസ് ചെയ്യണം, അദ്ദേഹത്തിന് അംഗത്വത്തിൽ നിന്ന് ഒഴിവാക്കണം എന്ന് തീരുമാനിച്ച് എക്സിക്യൂട്ടീവ് തീരുമാനിച്ചത്. കേന്ദ്രം ഭരണമനുസരിച്ച് എക്സിക്യൂട്ടീവിനാണ് അധികാരമുള്ളത്. എക്സിക്യൂട്ടീവാണ് തീരുമാനിച്ചത്. പിന്നീട് കൗൺസിൽ ചേർന്നപ്പോൾ കൗൺസിൽ അത് അംഗീകരിച്ചു എന്നുള്ളൂ. അധികാരം എക്സിക്യൂട്ടീവിനാണ്. ഇത് ഒരാളെയും നശിപ്പിക്കാനല്ല. ഈ സത്യസന്ധമായ ഈ വിഷയം ദുരുപയോഗപ്പെടുത്തിയിട്ട് എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ വരുത്തുന്നത് വാസ്തവത്തിൽ ശരിയല്ല, അത് ഉചിതമല്ല. ഒരു ശക്തിക്ക് നമ്മളെ സഹായിക്കാൻ കഴിയില്ല അള്ളാഹ്ക്കല്ലാതെ. ഒരു ശക്തിയോട് നമുക്ക് സഹായം തേടാൻ പറ്റൂല അള്ളാഹുവിനോടല്ലാതെ. ആ വിശ്വാസമാണ് നമുക്കുള്ളത്. ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുത്ത കഴിഞ്ഞ കോട്ടക്കൽ യോഗത്തിൽ ഒരു സഹോദരൻ ചോദിച്ചതിന്റെ സന്ദർഭത്തിൽ അദ്ദേഹം ചോദിച്ചു, മഹാന്മാരായ പല ആൾക്കാരോട് കഴിഞ്ഞുപോയ മഹാന്മാരുണ്ട്, ഷൗക്കാനിയിലെ അദ്ദേഹത്തെ പോലുള്ളവരൊക്കെ നമുക്ക് അവഗണിക്കാൻ കഴിയോ? അതുകൊണ്ട് ഈ വക വിഷയങ്ങളെ പറ്റി ഷൗക്കാനിയുടെ അഭിപ്രായത്തിനപ്പുറം നമുക്ക് പറയാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ബഹുമാനപ്പെട്ട അനസുമോലി ചോദിച്ചു, എന്താണ് ഷൗക്കാനി പറഞ്ഞത്, താങ്കൾക്കറിയോ? അതെനിക്കറിയില്ല. അപ്പൊ പിന്നെ അവസാനം ഷൗക്കാനി പറഞ്ഞ ഇബാറത്ത് അദ്ദേഹം വായിച്ചു. ഷൗക്കാനി പറഞ്ഞ് യാ ഇബാദല്ലാ എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ലൈഫായ ഹദീസാണ്, ബലഹീനമായ ഹദീസ് നമ്മൾ സ്വീകരിക്കൂല. എങ്കിലും അദ്ദേഹം ഏതോ അഭിപ്രായം പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു അത് അനുവദനീയമാണ്. സദസ്സിനോട്, ആയിരക്കണക്കിന് ആൾക്കാരുടെ സദസ്സിനോട് അനസ് മൗലവി ചോദിച്ചു, മുജാഹിദുകളെ നിങ്ങൾ ആരെങ്കിലും ഇത് അനുവദനീയമാണെന്ന് പറയുമോ? പറയില്ല എന്നോ സദസ്സ്. അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടൽ അനുവദനീയമാണ്, ഞങ്ങൾ പറയില്ല സദസ്സ് പറഞ്ഞു. മുജാഹിദായ ഏതാളും അങ്ങനെ പറയാൻ കഴിയുള്ളൂ. ഒരു മുജാഹിദായ യഥാർത്ഥത്തിൽ ഇഖ്ലാസോടുകൂടി മുജാഹിദാണെങ്കിൽ വേറെ നേരത്തെ മുജാഹിദായിട്ട് കാര്യമില്ല. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ സൂറത്ത് അൻകബൂത്ത്. ആ ആയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ജിഹാദ് അതാണ് നമ്മുടെ പഴയ പണ്ഡിതന്മാരൊക്കെ ഓതിനത്. ഷെയ്ഖ് മൗലവിയും സെയ്ദ് മൗലവിയും ഒക്കെ അബ്ദുസ്സലാം മൗലവിയും ഒക്കെ ഓതി പഠിപ്പിച്ചെന്ന ആ ജിഹാദ്. വല്ലദീന ജാഹദൂ ഫീനാ, നമ്മുടെ ഈ ദീനിന്റെ കാര്യത്തിൽ, അഖീദയുടെ കാര്യത്തിൽ, വിശ്വാസത്തിന്റെ കാര്യത്തിൽ, അള്ളാഹുവിന്റെ കാര്യത്തിൽ, അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ അതിൽ ത്യാഗം ചെയ്യണം. വേറെ ഉദ്ദേശങ്ങൾ കിട്ടില്ല. വല്ലദീന ജാഹദൂ ഫീനാ, നമ്മുടെ മാർഗത്തിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ, നമ്മുടെ മാർഗത്തിൽ യഥാർത്ഥ ജിഹാദ് ചെയ്തോ അവരെ നമ്മൾ ശരിയായ മാർഗത്തിൽ തന്നെ കൊണ്ടു നടക്കുന്ന ലനഹദിയന്നഹും സുബുലനാ, ശരിയായ മാർഗത്തിൽ നമ്മൾ കൊണ്ടു നടക്കും, നമ്മൾ ഹിദായത്ത് കൊടുക്കുന്ന അള്ളാഹിന്റെ വാഗ്ദത്ത. ആ വാഗ്ദത്തനുസരിച്ചുള്ള സഹോദരങ്ങൾ ഉറക്കാവുന്നത് പറഞ്ഞതാ. സാധിക്കൂല, ഞങ്ങൾക്ക് അങ്ങനെ അനുവദിക്കാന്ന് പറയാൻ കഴിയില്ല. ആരനുവദിക്കാന്ന് പറയാൻ കഴിയില്ല. അള്ളാഹുവിന്റെ കലാമാണ്, അതിനെതിരെ നമുക്ക് പറയാൻ പറ്റില്ല. അള്ളാഹ് പോലെ നമ്മോട് ചോദിച്ചത് അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു വയഖഫിഫൂനക ബില്ലദീന മിൻ ദൂനിഹി വമൻ യുദില്ലാഹു ഫമാ ലഹു മിൻ ഹാദ്. അതുകൂടി മനസ്സിലാക്കണം. അള്ളാഹ് വലായത്തിലാക്കി ആർക്ക് ഹിദായത്തിലാക്കാൻ സാധിക്കൂല സഹോദരന്മാരെ. നമ്മൾ എന്ത് വിചാരിച്ചിട്ടും കാര്യമില്ല. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, ഒരു അടിമക്ക് അള്ളാഹ് പോരെ, അള്ളാഹ് ചോദിക്കാം അള്ളാഹ് പോരെ, അള്ളാഹ് പോരാത്തവനാണ് അയ്യൂല എന്ന് പറയേ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴോ തവക്കൽതു അലല്ലാഹ്,
ബിസ്മില്ല തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വിജന പ്രദേശത്തെത്തിയാലോ അല്ല വേണം, വേണ്ട, അല്ല പോരാ എന്ന് പറയാൻ പറ്റുമോ? ഇറങ്ങിയതെങ്ങനെ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ല തവക്കൽതു അലല്ലാഹ് എന്നൊക്കെ പറയാം. പിന്നെ അപകടം വരുമ്പോ അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, വേറെ ആരെങ്കിലും പറഞ്ഞ് പേടിപ്പിക്കുക. ഈ കുറ്റിക്കാട്ടിലുള്ളവരുണ്ടാവുന്നത് പേടിപ്പിക്കുക. എന്താ അർത്ഥമല്ലാത്ത കാര്യം? ഇതൊന്നൊരു മുജാഹിദിനോട് പറയാൻ പറ്റുമോ? അമ്മൻ യുജീബുൽ മുദ്ദറ ഇദാ ദഅഉ, തന്നോട് ആവശ്യപ്പെട്ടാൽ, തന്നോട് ചോദിച്ചാൽ, തന്നെ വിളിച്ചാൽ, മുദ്ദറിന്, കഷ്ടപ്പെട്ടവന്, നിർബന്ധിതാവസ്ഥയിൽ വിഷമിക്കുന്നവൻ, ആ മുദ്ദർ. ഒമനെത്തുറ ഓരോ ഭാഗം വല ആചരണത്തില് വിശപ്പോണ്ട് സഹിക്കാൻ വയ്യ, ഇനിയിപ്പോ ഈ ശവല്ലാതെ തിന്നാൻ വയ്യെങ്കിൽ തിന്നാന്ന് ഖുർആൻ പറഞ്ഞല്ലോ. അതാ മുദ്ദർ, ഒരു നിവൃത്തിയില്ലാത്ത വന്ന ഘട്ടത്തിൽ ആരോട് സഹായം തേടണം? ആരെ വിളിക്കണം? അള്ളാഹിനെ വിളിക്കണം. സൂറത്തിൽ നമ്മൾ പറഞ്ഞു അമ്മൻ യുജീബുൽ മുദ്ദറ, നിർബന്ധമായി ബുദ്ധിമുട്ടുന്ന സമയത്ത് മറുപടി കൊടുക്കുന്നവൻ, ഉത്തരം കൊടുക്കുന്നവൻ ആരുണ്ട്? അള്ളാഹ് ചോദിക്കാം. അത് അള്ളാഹ് മാത്രമാണ്. അങ്ങനെ അള്ളാഹു തആല എല്ലാ നിലക്കും നമുക്ക് ഉത്തരം തന്ന ചരിത്രമാണ് അമ്പിയാക്കന്മാരുടെ ചരിത്രം വെച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞത്. സമയം കേൾക്കണം. ഏതെങ്കിലും ആൾക്കാർ അങ്ങനെ എങ്ങനെ ഈ അമ്പിയാക്കന്മാരെ പ്രാർത്ഥനയൊക്കെ ഖുർആൻ പറഞ്ഞത്? അന്ന് ജിന്നുണ്ടായിനാ? ജിന്നൊന്നുമില്ലേ? പിന്നെ ഉണ്ടായത് ജിന്ന് ആദ്യകാലം മുതൽക്കില്ലേ? ഇല്ലേ? ആദം നബിയുടെ കാലം മുതൽക്കില്ലേ? ആദം നബിക്ക് പേച്ചപ്പോ ആദം നബി ആരോടാ പ്രാർത്ഥിച്ചത്? ഫൈലൻ തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്ന് പറഞ്ഞ ആദ്യത്തെ പ്രാർത്ഥന ആരോടാ? അല്ലാഹുവിനോട്. വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു, അയ്യൂബ് അലൈഹിസ്സലാം റബ്ബിനോടാണ് പ്രാർത്ഥിക്കുന്നത്. ഏറ്റവും കഷ്ടപ്പെട്ട സോക്കേട്. അന്നീ മസ്തനിയുള്ളൂ, പഠിച്ചവനെ എനിക്കിതാ ഭയങ്കരമായ ആപത്ത്, ഭയങ്കരമായ സോക്കേട് ബാധിച്ചിരിക്കുന്നു. വാന്ത റഹമുർ റാഹിമീൻ. റഹമുർ റാഹിമീൻ ആരാ? അള്ളല്ലേ? ദീന വാന്ത റഹമുർ റാഹിമീൻ, നിന്റെ കൃപ കൊണ്ട് എനിക്ക് സോക്കേട് മാറ്റിക്കൊണ്ട. അപ്പൊ അള്ള പറയാ ഫസ്തജബ്നാ ലഹു, അപ്പൊ നമ്മൾ അവന് മറുപടി കൊടുത്തു, ഉത്തരം ചെയ്തു. ആ പ്രാർത്ഥന കൊണ്ട് ആന്ത റഹമുർ റാഹിമീൻ, ഞാൻ എനിക്ക് ചെയ്തു തരണം എന്ന് പറഞ്ഞപ്പോ ഫസ്തജബ്നാ ലഹു ഫകശഫ്നാ മാ ബിഹി മിൻ ദുർരീൻ, അദ്ദേഹത്തിനുള്ള എല്ലാ പ്രയാസങ്ങളും നമ്മൾ ഒഴിവാക്കി കൊടുത്തു. യൂനുസ് അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് പ്രാർത്ഥിച്ചാരോടാ? വദന്നൂനി ദഹബ മുആദിബൻ ഫദന്ന അൻ ലൻ നഖ്ദിറ അലൈഹി ഫനാദാ ഫി ദുലുമാതി, ആ മത്സ്യത്തിന്റെ ഇരുട്ടില്, ആ സമുദ്രത്തിന്റെ ഇരുട്ടില് മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നിട്ട് പ്രാർത്ഥിക്കുന്നു. അല്ലാ ഇലാഹ ഇല്ലാ അൻത, തേടാൻ നീയല്ലാതെ ഇല്ല. ബുദ്ധിമുട്ട് വരുമ്പോൾ ആ കാര്യം ചെയ്യണമേ എന്ന് പറയാൻ നീയല്ലാതെ ഇല്ല. അതാ ലാ ഇലാഹ ഇല്ലയുടെ അർത്ഥം. ലാ ഇലാഹ ഇല്ലല്ലാഹ് തൊള്ളുകൊണ്ട് പറഞ്ഞാൽ പോരാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസം വരുമ്പോ പേടിച്ചിട്ട് ഇന്നെ കൊണ്ടാന്ന് പറയണം. അതാ ഇലാഹ്. അതുകൊണ്ടാണ് മക്കത്തെ മുസ്ലിങ്ങള് ആ ജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ എന്ന് പറഞ്ഞ്. നമ്മൾ പലരോടും തേടുകയാണല്ലോ, ഇവനെ കൂടി വിട്ടു അള്ള മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാന്ന് ചോദിച്ചാൽ അതാ ഇലാഹിന്റെ മയന മനസ്സിലാക്കിയ ആൾക്കാരാണുള്ള പഠിച്ചവൻ ഇങ്ങനെ വഴിവച്ചു പോണത്. എനിക്ക് അത്ഭുതം. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടാണ് യൂനുസ് അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുന്നത്. അപ്പൊ എന്താ ഉണ്ടായത്? സുബ്ഹാനക, നീ എത്ര പരിശുദ്ധനാണ്, നിന്നെ കൊണ്ടല്ലാതെ രക്ഷയില്ലല്ലോ. മത്സ്യത്തിന്റെ ആ ഭയങ്കരമായി ഇനി അതിനേക്കാളും വല്ല വിജനം എവിടേക്കും പഠിച്ചനെ? മത്സ്യത്തിന്റെ വയറ്റില്, സമുദ്രത്തിന്റെ ഉള്ളില്. ഇനി വിജനം ഇന്നീ കുന്തുമിന വാലിമീൻ, ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി. അവിടെ നിന്നിട്ട് പോകുന്നതാണ്ട് ആ സഹോദരന്മാർ വിശ്വസിക്കാത്തപ്പോ ഞാൻ അവരോട് ദേഷ്യപ്പെട്ടു പോന്നു. ഇന്നീ കുന്തുമിന വാലിമീൻ ഫസ്തജബ്നാഹു, അപ്പൊ നമ്മൾ അല്ലാഹു തആല പറയാം, നമ്മൾ അദ്ദേഹത്തിന് ഉത്തരം കൊടുത്തു. വനജ്ജൈനാഹു, അദ്ദേഹത്തെ നമ്മൾ രക്ഷിച്ചു. മിനൽ ഗമ്മി, ആ ബുദ്ധിമുട്ടുന്ന ആ പ്രയാസത്തിന് രക്ഷിച്ചു. വകദാലിക നുൻജിൽ മുഅ്മിനീൻ, ഇങ്ങനെ വിശ്വാസികളെ നമ്മൾ രക്ഷിക്കുന്നതാണ് എന്ന് അള്ളാഹ് പറയാ, നമ്മൾ പറയാ. അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടണമെന്നും പറയാ. വകദാലിക നുൻജിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ നിങ്ങളെ നമ്മൾ അങ്ങനെ രക്ഷിക്കുമെന്ന് അള്ളാഹ് പറയാ. പിന്നെ നിങ്ങൾക്ക് അള്ളാഹ് വേണ്ട. അലൈസല്ലാഹു ബികാഫിൻ അബ്ദു പോരാ. ഇതൊക്കെ മുജാഹിദ് സമൂഹത്തില് വില പോകുന്ന വിചാരിച്ചിട്ടുണ്ടെങ്കിൽ
വേണ്ടാത്ത വിശ്വാസങ്ങളും വേണ്ടാത്ത സംസാരങ്ങളും ഉണ്ടാക്കിയിട്ട് നമ്മളെപ്പോലുള്ള അടിമകളല്ല പിന്നെ ആരവിടെ ഉള്ളത്? ആരുമില്ലല്ലോ. ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുക്കും ഫദ്ഉഹും. ഞങ്ങൾ ഓലോട് തേടിക്കോ, ജിന്നിനെ വിളിച്ചോ, ഫലസ്തജീബൂലക്കും, അവരൊന്ന് ഉത്തരം ചെയ്യട്ടെ എന്ന് അള്ളാഹ് പറയാ. നമ്മൾ പറയാ അള്ളാഹിനോട് വാശിയിൽ അങ്ങനെ ഉത്തരം തന്നെ കാണിച്ചു തരാം. എന്തൊക്കെ പഠിച്ചത്? നിങ്ങളൊക്കെ അത് മിമ്പർമത് കേട്ട് അതൊക്കെ കേട്ട് പഠിച്ച ആൾക്കാരല്ലേ പഠിച്ചത്? ഈ സമൂഹത്തിൽ ഈ വാദവുമായിട്ട് എങ്ങനെ നടക്കാൻ സാധിക്കും? ആര് പറഞ്ഞു എന്നൊക്കെ പിന്നെ ചോദിക്കണത്? ആര് പറഞ്ഞു? ആരേ പറഞ്ഞത്? ആരേ ശിർക്കല്ല എന്ന് പറഞ്ഞത്? ഇത് കൊടും ശിർക്കാണ്, യാതൊരു സംശയമില്ല. അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടണം ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. സഹായം തേടിയ ശിർക്കല്ല എന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ പറയും. ശിർക്കല്ല, ശിർക്ക് തന്നെയാണ്. ശിർക്കല്ല, ശിർക്ക്, ശിർക്ക് ആണല്ല, 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 പെണ്ണുമല്ല. ഇങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്. പണ്ഡിതോചിതമായി സംസാരിക്കണം. സമയ ബാക്കി പിന്നെ ഇൻഷാ അല്ലാഹ് വേറെ എവിടുന്നും പറയാം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. നമ്മൾ 8ാം മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിൻ്റെ സജീവ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങേണ്ട ഒരു സമയമാണിപ്പോൾ എന്ന് എല്ലാവർക്കും അറിയാം. ഇനി സമയമില്ല. എവിടെ എന്ത് തരത്തിലുള്ള തടസ്സങ്ങളുണ്ടായാലും അതെല്ലാം അതിജയിച്ചുകൊണ്ട് മുന്നേറേണ്ട സമയമാണിപ്പോൾ ഇത്. നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ എല്ലാ ഭാഗത്തു നിന്നും ശ്രമങ്ങൾ നടക്കുകയാണ്. നേരത്തെ വളരെ പ്രയാസകരമായ ഒരവസ്ഥയിൽ നിന്ന്, നീണ്ട 10 ചില്ലാനം വർഷത്തിന്റെ കഠിനാധ്വാനത്തിൽ നിന്ന് നമ്മൾ മോചിതരായി. അന്ന് 98% ജനങ്ങളും മുജാഹിദുകളും ഞങ്ങളുടെ കൂടെയാണെന്ന് പറഞ്ഞൊരു കൂട്ടര് ഇറങ്ങിപ്പോവുകയും പോയതിന്റെ ഖേദം കൊണ്ട് അവര് വേറെ പണിയൊന്നുമില്ല നടക്കുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അവരെ ഇറക്കത്തോടുകൂടി സംഭവിച്ചത് എന്താന്ന് പറഞ്ഞാൽ എല്ലാവിധത്തിലുള്ള കുടുംബ സ്നേഹബന്ധങ്ങളൊക്കെ നശിപ്പിക്കുന്ന സ്വഭാവത്തിലുള്ള 10 വർഷത്തെ പ്രവർത്തനങ്ങൾ അവർ കാഴ്ചവെച്ചു. നമ്മുടെ മഹല്ലുകളിലും കുടുംബങ്ങളിലുമൊക്കെ ഉണ്ടാക്കി തീർത്ത ഛിദ്രതയുടെ ആഴവും അതുമൂലം നാം ഓരോരുത്തരും അനുഭവിക്കുന്ന വേദനയും ഇന്നും അതിന്റെ തീ തിന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയെ നമുക്കൊക്കെ അറിയാം. ഇപ്പോഴും നമുക്ക് എവിടെ പോരായികയുള്ളത് എന്ന കാര്യം നോക്കി നടക്കുന്ന ഒരു പണിയിലാണ് അവരുള്ളത്. നമ്മളൊന്ന് മനസ്സിലാക്കണം, ശൈത്താന് പണിയെടുക്കേണ്ടത് നമ്മളിൽ തന്നെയാണ്. കാരണം നേരെ പോണവരത് അവരെയുടെ സത്യത്തിൽ സൂയിപ്പാക്കേണ്ടി. ബലങ്ങത്തിലുള്ളവൻ ഇനി ബടക്കാക്കേണ്ട കാര്യമല്ലല്ലോ. ഇത് ഒന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചേ മതിയാവും. ഏതെങ്കിലും ഒരു പണ്ഡിതൻ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ പണ്ഡിത സംഘടനയുടെയും അതിന്റെ കീഴ്ഘടകങ്ങളുടെയും ഒഴുക്കിനെതിരെ നിലകൊള്ളുന്നുവെങ്കിൽ അത് നിലനിൽക്കൂല. അതിന്റെ പേരിൽ നാം സമയം കളഞ്ഞുകൂടാ. വിശദീകരിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് അഹമ്മദ് അലി മൗലവിനെ പോലെ അല്ലെങ്കിൽ അതുപോലുള്ള വിശദീകരിക്കേണ്ട ഒരാൾ പറയും. നമുക്ക് നമ്മുടെ സമ്മേളനവുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഈ കാര്യം ഗൗരവമായി എടുക്കണമെന്നാണ് എനിക്കൊന്നാമതായി നമ്മുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. നമ്മൾ ഓരോ ജാതി വിഷമങ്ങളിൽ നാട്ടിൽ നടക്കേണ്ട ദൈവത്ത് കടക്കാതെ പോരുത്. സമ്മേളനം എന്ന് പറഞ്ഞാൽ നമുക്ക് ആളക്കൂട്ടിന് ഏർപ്പാടല്ല.
പ്രകടനമല്ല. കേരളത്തിലെ ഓരോ പ്രദേശത്തും തൗഹീദിന്റെ സന്ദേശം എത്തിക്കുക എന്ന ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത്. നിങ്ങൾക്ക് അറിഞ്ഞൂടെ, ബഹുമാന്യ ജനറൽ സെക്രട്ടറി നമ്മുടെ പ്രിയപ്പെട്ട AP അബ്ദുൽ ഖാദർ മൗലവി, അദ്ദേഹത്തിന് സുഖമല്ല. അള്ളാഹു അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് സുഖവും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ നയിക്കാനുള്ള തന്റെ ഇടവും കരുത്തും നൽകുമാറാകട്ടെ. അദ്ദേഹം ഒരിക്കൽ ഞങ്ങളോടൊക്കെ പറഞ്ഞ, പിന്നീടൊക്കെ പ്രസംഗിച്ച നിങ്ങൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഹജ്ജിന് പോയപ്പോൾ, കപ്പലിലെ ഹജ്ജിന് പോയത്, ആദ്യമായി ഹറമിലെത്തി ഉംറ കഴിഞ്ഞ് മുസ്തജാബാത്ത്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളിൽ വെച്ച് ഞാൻ ആദ്യമായി അള്ളാഹിനോട് പ്രാർത്ഥിച്ചത്, പടച്ചോനെ, കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും തൗഹീദ് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു ഭാഗ്യം, കഴിവ് ഞങ്ങൾക്ക് തരണമേ എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തൊരു ഉത്തരവാദിത്താണത്. കേരളത്തിലെ കുഗ്രാമങ്ങളിലെ മനുഷ്യരിൽ, വിശേഷിച്ച് മുസ്ലിമീങ്ങൾക്ക് തൗഹീദിന്റെ യഥാർത്ഥ വശം എന്താണ്, എങ്ങനെയാണ് എന്ന് കുറ്റം തീർന്ന് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതിന് ഏറ്റവും വലിയ തടസ്സമാകുന്നു ഈ ജാതി കാര്യങ്ങൾ. അപ്പൊ ഇത് പ്രതിരോധിക്കേണ്ട രൂപം നമുക്കുണ്ട്, അതങ്ങനെ നടക്കും. പക്ഷേ ദൈവത്തി രംഗത്ത് സമ്മേളനവുമായി നാം കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ഈ സന്ദേശത്തിലേക്ക് ഇളക്കി മറിച്ച് മുന്നേറണം. അക്കാര്യം നമ്മുടെ ശ്രദ്ധയിലുണ്ടാകണം എന്നാണ് എനിക്കൊന്നാമതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ ഒരു ദുര്യോഗം സംഭവിച്ചതാണ് ഇപ്പൊ നമ്മളിവിടെ കേട്ടത്. ജിന്ന് സംബന്ധിച്ച പ്രശ്നമുണ്ടായപ്പോൾ ജമിയത്തുൽ-ഉലമയിൽ അത് ചർച്ച ചെയ്തു. ചർച്ച പല രൂപങ്ങളിൽ നടന്നു, ഔദ്യോഗികമായും അനൗദ്യോഗികമായും ഒക്കെ നടന്നു. അതിനുശേഷം ഏകദേശം അതൊരു പ്രബന്ധ രൂപത്തിൽ ജമിയത്തിന്റെ കൗൺസിലർമാരെ വിളിച്ചുകൂട്ടി അവിടെ ഇതൊന്ന് വായിച്ച് കേൾപ്പിക്കുക എന്ന് ജമിയത്തിന്റെ എക്സിക്യൂട്ടീവ് തീരുമാനിക്കുകയും ജനറൽ ബോഡി വിളിച്ചു വരുത്തുകയും ചെയ്തു. ആ ജനറൽ ബോഡിയിൽ ഈ ഉപന്യാസം അവതരിപ്പിക്കാൻ ഏൽപ്പിച്ചിരുന്നത് ബഹുമാന്യ സ്നേഹിതൻ, കേരള ജമിയത്തുൽമയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി, കേരള ജുവത്തുൽ മുജാഹിദിന്റെ ദഅവത്ത് വിഭാഗം സെക്രട്ടറി അബ്ദുറഹ്മാൻ സലഫിയായിരുന്നു. അദ്ദേഹം അത് വായിച്ചു കഴിഞ്ഞപ്പോ സദസ്സ് ആവശ്യപ്പെട്ടു, ഞങ്ങൾക്കൊക്കെ ഇതിന്റെ കോപ്പി വേണം. അപ്പോ നമ്മൾ കോപ്പി കൊടുക്കുന്നതിന് പകരം നമ്മൾ പറഞ്ഞു, ഇത് നമുക്കൊരു ഗ്രന്ഥമായി ഇതിൽ ചേർക്കേണ്ടത് ചേർത്തി വൃത്തിയാക്കിയ ശേഷം ഒരു ഗ്രന്ഥമായി തന്നെ പ്രസിദ്ധീകരിക്കാം. അപ്പോൾ സൗകര്യമാണല്ലോ, എല്ലാവർക്കും വളരെ സന്തോഷമായി. അങ്ങനെയാണ് പിരിഞ്ഞത്. ഈ വസ്തുത മനസ്സിലാക്കുന്നതിനു വേണ്ടി കേരള ജുവത്തുൽ മുജാഹിദിന്റെ മുഴുവൻ ഘടകങ്ങളെയും ജാമിഅ നദവിയയിൽ വിളിച്ചു വരുത്തി. ജമിയത്ത്, KNM, ISM, MSM, MGM എല്ലാവരും വിളിച്ചു വരുത്തി, വസ്തുതകൾ കേൾപ്പിച്ചു. ഒരു സംഘടന എന്നുള്ള രൂപത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ എന്ന് നിങ്ങൾ മനസ്സിലാക്കി. പക്ഷെ ഈ പുസ്തകം പുറത്തിറങ്ങിയപ്പോൾ ഇതിന്റെ പേരിൽ പല കേന്ദ്രങ്ങളിൽ നിന്നും കടുത്ത വിമർശനങ്ങൾ, അതിൽ 60 തെറ്റുണ്ട് എന്നാണ് ഒരാൾ വിളിച്ചു പറഞ്ഞത്. പിന്നെങ്ങനെ ഓരോ സ്വഭാവത്തിനനുസരിച്ച് അതിന്റെ തെറ്റുകളെപ്പറ്റി ഇങ്ങനെ പറയാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ചില യോഗങ്ങളിലൊക്കെ അവസരം കിട്ടുമ്പോൾ ഞാൻ ഔദ്യോഗികമായി തന്നെ സെക്രട്ടറി എന്ന രൂപത്തിൽ ഞാൻ പറഞ്ഞു, മനുഷ്യന്മാർ ചെയ്തതല്ലേ, ഒറ്റക്ക് ഞാൻ എഴുതിയല്ല. ഇവിടെ ഇപ്പോഴുള്ള ആക്ഷേപം എന്താണ്, അത് പറയാനാ ഞാൻ പറഞ്ഞത്. ഇവിടെ നിങ്ങൾ കേട്ടല്ലോ, ഷാഫീസ് ചങ്ങിലേരി അദ്ദേഹം ജിന്ന് സിഹിർ, റുഖിയ ശറയ്യ, പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചത് ജമിയത്തുൽ ഉലമ എന്നല്ല അദ്ദേഹം പറഞ്ഞത്.
അദ്ദേഹം പറഞ്ഞത് അതിന്റെ വാക്യ നിങ്ങളൊക്കെ അറിയാം. ജിന്ന് പിശാജ് റുഖിയ ശറയ്യ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ എന്ന പേരിൽ ഒരു പുസ്തകം കേരള ജമിയത്തുൽ ഉലമയുടെ പേരിൽ അബ്ദുറഹ്മാൻ സലഫി ഇറക്കിയത് ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം എഴുതുന്നതിന് അങ്ങനെ ഇങ്ങനെ ഒരു ലഘുലേഖ എന്റെ വീട്ടിൽ രാത്രി 10 മണിക്ക് അദ്ദേഹം കൊണ്ടുകൊടുത്തു. 10 മണിക്ക് ശേഷം. അപ്പൊ അത് നോക്കിയതിന് ശേഷം ഇതിന്റെ നിജസ്ഥിതി അറിയാൻ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ഇത് സംസാരിച്ച കൂട്ടത്തിലാണ് അദ്ദേഹത്തോട് സംസാരം ഉണ്ടായത്. വളരെ മാന്യമായി അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ആവശ്യം എന്നാണെന്ന് ഞാൻ പറഞ്ഞു. TP അബ്ദുൽ ഖോയം അതിലുണ്ട്, അഹമ്മദ് അലി മൗലവിയുണ്ട്, സലഫിയുണ്ട്, സലീം ചാലിയം, അബ്ദുസമദ് സുല്ലമി. അങ്ങനെ ഞങ്ങൾ ഇരുന്ന് ഞാൻ ആ കാര്യം അവതരിപ്പിച്ചപ്പോൾ സംസാരിക്കാൻ നോക്കുന്നതിന്റെ ഇടയിൽ തന്നെ അദ്ദേഹം 1-2 ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ പറഞ്ഞു. സലഫിനെ നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നു എന്ന് പറഞ്ഞു. TPയുമായി സംസാരിച്ചപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ ഞാനില്ല, കാരണം നിങ്ങൾ ഫോൺ കട്ട് ചെയ്യുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ TP അതിന് പ്രത്യേകിച്ച് കൂടുതലൊന്നും പ്രതികരിക്കാതെ 1-2 വാക്കുകൾ മറുപടി പറഞ്ഞ് അദ്ദേഹം ആ സ്ഥലം വിട്ടു. അദ്ദേഹം അവിടുന്ന് എഴുന്നേറ്റ് പോയി. സലഫി അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല നിങ്ങൾ ഏതായാലും ഇത് എഴുതിക്കൊണ്ടുവന്നല്ലോ, ഇതിൽ നിങ്ങൾ എഴുതിയത് ജമിയത്തുൽ ഉലമയുടെ പുസ്തകം എന്നുള്ളതിലേക്കല്ലല്ലോ, അബ്ദുറഹ്മാൻ സലഫി ജമിയത്തിന്റെ പേരിൽ ഇറക്കിയ പുസ്തകം തന്നെ. അപ്പൊ അയാൾ പറഞ്ഞു, എന്താ ഞാൻ വെട്ട. അപ്പൊ അദ്ദേഹം തന്നെ വാങ്ങിയിട്ട് അബ്ദുറഹ്മാൻ സലഫി ഇറക്കിയ പുസ്തകം എന്നുള്ളത് വെട്ടിത്തന്നു. പിന്നീട് ഇത് തന്നതിനൊരു ഉത്തരവാദിത്തം വേണമല്ലോ, അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ഒപ്പിട്ട് തരണം എന്നാവശ്യപ്പെട്ട് അടിയിൽ ഒപ്പിട്ടു. എന്നാൽ പിന്നെ നിങ്ങളുടെ പേരിന് നേരെ ഒപ്പിടണം എന്നും പറഞ്ഞാൽ ഒപ്പിട്ടു. അതിൻ്റെ ഇടയ്ക്ക് ഇതിൽ 2-3 സ്ഥലത്ത് സലഫിയെ പരാമർശിക്കുന്ന ഭാഗങ്ങൾ അദ്ദേഹം എടുത്ത് ചോദിച്ചപ്പോഴേക്കാണ് അല്പ സംസാരം കൂടിയത്. അത് ഷാഫിയൊട്ടും കുറഞ്ഞില്ല, അതിനനുസരിച്ച് സംസാരം സലഫിയിൽ നിന്നും ഉണ്ടായി. എന്നെ ഫോൺ ചെയ്തിട്ട് ചില സുഹൃത്തുക്കൾ ചോദിച്ചു, നിങ്ങൾ ഷാഫി സലാഹിനെ മർദ്ദിച്ചു കളഞ്ഞല്ലോ മൗലവി. അപ്പൊ ഞാൻ പറഞ്ഞു, അദ്ദേഹത്തെ തൊട്ടിട്ട് പോടില്ല, സ്പർശിക്ക പോലും ചെയ്തിട്ടില്ല. പിന്നെ മുജാഹിദ് സെന്ററിലെ AC സൗകര്യപ്പെടുത്തിയ ഗസ്റ്റ് റൂമിൽ വെച്ച് വളരെ ബഹുമാന്യമാണ് ഇരുത്തി സംസാരിച്ചിട്ടുള്ളതും എന്നതിലും സംശയമില്ല. പിന്നെ 2 ആൾ തമ്മിൽ സംസാരിക്കുമ്പോൾ സംസാരത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അല്പം പറഞ്ഞിട്ടുണ്ടാവും. അത് സലഫി പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞതിന് മറുപടിയാണത്. ഇത്തരാണ് ആ വിഷയത്തിലുള്ളത് എന്ന് ഇറങ്ങിപ്പോകുമ്പോൾ സലീം ചാലിയം പറഞ്ഞു, നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി ഇറക്കുക, ളുഹറിന് നമസ്കരിക്കാൻ നിർത്തുകയാണ് എന്ത് പറഞ്ഞപ്പോ ഇനി പുറത്തു പോയി നിങ്ങളിത് പറയണ്ട എന്ന അർത്ഥത്തിൽ സലീം ചൂണ്ടി പറഞ്ഞതിനെ പറ്റിയാണ് ആ ഭീഷണി സ്വരം എന്ന് പറഞ്ഞത് എന്നാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന വസ്തുത നിങ്ങളെ കേൾപ്പിക്കാനാണ് ഞാൻ അത്രയും പറഞ്ഞത്. പറഞ്ഞു വരുന്നത്, ഈ പുസ്തകം പ്രബന്ധമായി അവതരിപ്പിച്ചു. ഈ പ്രബന്ധം എഴുതി തയ്യാറാക്കിയതിന് ശേഷം ഞങ്ങൾ 5-6 പേര് പലവട്ടം വായിച്ചു. ഇന്ന് ജീവിച്ചിരിപ്പില്ലാത്ത ആ കൂട്ടത്തിൽ പരേതനായ SM ഐദീർ തങ്ങൾ മാത്രമേ ഉള്ളൂ. അദ്ദേഹം കേരള ജമിയത്തുൽ ഉലമയുടെ വഖഫ് ഫത്വ ബോർഡ് ചെയർമാനും കൂടിയായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അദ്ദേഹം അടക്കം AP, TP, അഹമ്മദ് അലി മദനി, സലഫി, കൂട്ടത്തിൽ ഞാൻ, ഐദീർ, ഇത് ഞങ്ങൾ പലവട്ടം വായിച്ചു. ഈ വായിച്ചതിന് ശേഷമാണ് പ്രിന്റ് ചെയ്ത് പുസ്തകമാക്കി കൊടുത്തത്. ഇത് സംബന്ധിച്ച് വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഒരാള് ഒരു തെളിവ് നൽകി ഇതിനെ വിമർശിക്കുകയോ തിരുത്തുകയോ ചെയ്തിട്ടില്ല. എന്നാൽ സ്വാഭാവികമായി നിങ്ങൾക്ക് ഭാഗത്തിൽ 38 പേര് ഒപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് തന്ന കടലാസിലുണ്ട്. അത് സംബന്ധിച്ച് എന്താണെന്നുള്ളത് ഇവിടുത്തെ പ്രസംഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. പ്രസക്തമായ ഒരു കാര്യം അതിലില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അക്കാര്യം അങ്ങനെ ചിന്തിക്കാതിരിക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ദീർഘിപ്പിക്കല്ല. ഈ വിഷയത്തിന്റെ നമ്മുടെ ഇടയിൽ ഈ ഒരു പ്രശ്നം
ഉണ്ടാക്കി തീർത്ത വിഷമത്തെപ്പറ്റി നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. മുജാഹിദുകൾക്കുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് ഇപ്പോൾ അമലി ഒരു ഖുർആനോദി പറഞ്ഞല്ലോ, നമ്മൾ തൗഹീദിന്റെ കാര്യത്തിൽ കണിശക്കാരാണ്. അത് തന്നെ നമ്മളുടെ പ്രത്യേകത. നിങ്ങൾക്കറിയോ, ഇവിടെ ഈ മഹാന്മാരായ പണ്ഡിതന്മാരെ മുന്നിൽ വെച്ച് എനിക്ക് വലുതായ അജാതി വർത്താനം പറഞ്ഞുകൂടാം. പക്ഷെ ഞാൻ പള്ളിദർസിൽ നിന്ന് പഠിച്ചൊരു ഖുറാഫിയ. അങ്ങനെ തന്നെ വന്ന് ശിർക്കിന്റെ ഓരോ കോണിലും അതിനോടൊപ്പം നിന്ന് പെരുമാറിയ ആളാ ഞാൻ. ജിന്നിനെ കാത്ത് കിടന്നോനാ ഞാൻ. ഒന്ന് വന്നു കിട്ടിയെങ്കിലും വിചാരിച്ചിട്ട് ദർസ് പഠിക്കുന്ന കാലത്ത് ഓമക്കുഴി ചെറിയൊരു വീട് 3 മുറിയായാലുള്ളത്. അതിലൊരു മുറി ഓമത്തിന് വേണ്ടി മാത്രമുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ. മദീനത്തിലൊരു അറബിക് കോളേജിലെത്തി ഞാൻ അല്പം ഖുർആനും ഹദീസും പഠിച്ചതിന് ശേഷമാണ് ആ കുഴി തൂർത്തത്. ഞാൻ എന്താ പറഞ്ഞതിന്റെ അർത്ഥം അറിയും? ആ രൂപത്തിൽ ശിർക്ക് ഉള്ള ഭാഗങ്ങളിൽ നിന്ന്, പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് മനസ്സിലാക്കി വന്ന നമ്മളാണിത് കേൾക്കുന്നത്. അത് കേട്ടപ്പോഴുണ്ടായ വിഷമം നമുക്ക് സഹിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. കുട്ടികളോട് പറയാനുള്ള അതാ. ഇവിടെ ഒരു കാര്യമുണ്ട്, നമ്മളൊക്കെ അങ്ങനെ വളർന്നുകൊണ്ട് പെട്ടെന്നൊന്നും ഈ ജാതി ജിന്നി നമ്മളെ പിടികൂടും തോന്നുന്നില്ല. പക്ഷെ ഒന്നുണ്ട്, ഇതെന്താണെന്ന് മനസ്സിലാക്കാത്ത കുട്ടികളുണ്ട് ഇവിടെ. അവർക്ക് ഇവിടുത്തെ ജാഹിലിയത്തിനെ പറ്റി അറിഞ്ഞുകൂടാ, അവിടുത്തെ ഒരു സിർക്കിന്റെ സമ്പ്രദായത്തെ പറ്റി അറിഞ്ഞുകൂടാ, ഇവിടുത്തെ യാറങ്ങളിൽ നടക്കുന്ന എന്താണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അത് ശരിക്കും അറിയുകയും അതിന്റെ വേദന സഹിക്കുകയും അതിനോട് പോരാടുകയും അതിൽ കഷ്ടപ്പെടുകയും പീഡനം സഹിക്കുകയും ചെയ്ത ഒരു തലമുറയാണ് മുജാഹിദ് പണ്ഡിതന്മാരായിട്ടുള്ളത്. അപ്പൊ എന്താ അറിയങ്ങള്, ജാഹിലിയത്ത് മനസ്സിലാക്കാത്തവര് ഇസ്ലാമിന്റെ കെട്ടുറപ്പ് നിലനിർത്താൻ കഴിയില്ല എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അതൊരു ഗൗരവമുള്ള വാർത്ത. ഇന്നമാ തൻഖുദു ഉറൽ ഇസ്ലാമി ഉർവതൻ ഉർവതൻ ഇദാ നശഅ ഫിൽ ഇസ്ലാമി മൻ ലാ യഅരിഫുൽ ജാഹിലിയത. നിങ്ങൾ ഇതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു നോക്കിയാണ്. ഇന്നമാ തൻഖുദു ഉറൽ ഇസ്ലാമി, ഇസ്ലാമിന്റെ കെട്ടുറപ്പ് ഭദ്രത മുറിഞ്ഞു പോവുക എപ്പോഴാണ്? ഇദാ നശഅ ഫിൽ ഇസ്ലാമി, ഇസ്ലാമിൽ വളർന്നു വരുമ്പോഴാണ്. ആര്? മൻ ലാ യഅരിഫുൽ ജാഹിലിയത. അന്ധകാലത്ത് എന്താ ഇവിടെ സംഭവിച്ചത്? ഈ നാട്ടിൽ തൗഹീദ് പ്രസ്ഥാനം വരുന്നതിന് മുമ്പ്, ഈ പള്ളിയും പന്തലും അറബിക് കോളേജും വരുന്നതിന് മുമ്പ് ഇവിടുത്തെ സ്ഥിതി എന്തായിരുന്നു എന്നറിയാത്ത ഒരു കൂട്ടർക്ക് ഇസ്ലാമിന്റെ പ്രബുദ്ധത കെട്ടുറപ്പ് നിലനിർത്താൻ കഴിയൂല എന്ന് പറഞ്ഞ കുട്ടികളെ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ നാട്ടിന്റെ ജാഹിലിയത്ത് എന്താണെന്ന് മനസ്സിലാക്കി അതിനാണ് ചികിത്സ വേണ്ടത്. വളരെ എളുപ്പമാണ്. എന്താ അറിയോ, അടുത്ത തലമുറക്ക് ഇതിനെപ്പറ്റി അറിഞ്ഞൂടാ. ഈ തലമുറക്ക് അറിയാത്തതുകൊണ്ട് തന്നെ പിശാച് ഏറ്റവും അധികം ശ്രമം നടത്തുക ഈ ശുദ്ധ ഹൃദയരായ ആൾക്കാരിലാണ്. ശിർക്ക് പെട്ടെന്ന് വ്യാപിക്കും. അരീക്കോട് പോലുള്ള പ്രദേശങ്ങളിൽ തൗഹീദിന് വേണ്ടി കഷ്ടപ്പെട്ട പിതാക്കന്മാര് മരിച്ചു കഴിഞ്ഞേ ഉള്ളൂ. പുളിക്കൽ അതിന്റെ ഒരു കേന്ദ്രമാണ്. പുളിക്കൽ എന്താ കേന്ദ്രം? കേരള ജമിയത്തുൽ പ്രസിഡന്റ്, അദ്ദേഹത്തിന്റെ അനുയായികളായ ആൾക്കാർ, അതിൽ നടക്കുന്ന സ്ഥാപനങ്ങൾ, അത്തരം സ്ഥലങ്ങളിൽ ഈ ജിന്നിനോടുള്ള ചികിത്സയോ അതിനോട് അനുബന്ധമായ സംഭവങ്ങളോ അങ്ങനെയുള്ള ചില പ്രദേശങ്ങളിലൊക്കെ നടന്നു പോയത് ഈ കാരണം കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് ഇത്ര ഗൗരവത്തിൽ പറയുന്നത്. അതുകൊണ്ട് സംഗതികൾ മനസ്സിലാക്കുകയും തൗഹീദിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നാം പോരാടുകയും നമ്മുടെ സമ്മേളനം തൗഹീദ് പ്രചരണം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യണം. ഇത്തരം തടസ്സങ്ങൾ നമുക്കൊരു തടസ്സമായി നിൽക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. നമ്മൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും തൗഹീദിന്റെ ആദർശ പ്രചരണം വെച്ചിട്ടുണ്ട്. അത് ശരിക്കും ഈ തൗഹീദ് പറഞ്ഞാലാണ്, അല്ലാതെ നമുക്ക് മറ്റാരെയും പറഞ്ഞ് സമയമുള്ളാനല്ല. അത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് നമ്മുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകണം. അതിന് അള്ളാഹുവിനോട് തേടിക്കൊണ്ട് സമരത്തിനിറങ്ങുക. അള്ളാഹു നമ്മെ അവന്റെ തൗഹീദിന് വേണ്ടി ആത്മാർത്ഥമായി ശ്രമം നടത്തുന്ന, അതിൽ അള്ളാഹുവിന് തൃപ്തി നേടുന്ന സജ്ജനങ്ങളിൽ റബ്ബുൽ ആലമീനായ തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു തആലാക്ക് ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമ്മുടെ നേതൃത്വത്തിന് അള്ളാഹു തആല കരുത്തും കഴിവും ശ്രേയസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. നമ്മുടെ പ്രസ്ഥാനത്തിൽ കുറച്ച് കാലമായി ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന
ഒരു പ്രശ്നമാണ് ജിന്ന് ഷൈത്വാൻ എന്ന് പറഞ്ഞത്. കേൾക്കുമ്പോൾ തന്നെ ലജ്ജാവഹം. അതിങ്ങനെ മുജാഹിദീകളൊരു ജിന്ന് ജിന്ന് എന്ത് ജിന്ന്. നമുക്കിപ്പോൾ അറിയാം ചെട്ടിപ്പടിക്കലൊരു സുലേഖ ജിന്ന് കൂടിയതാണ്. എന്നിട്ട് അവിടെ ചെന്ന ആൾക്കാരിങ്ങനെ പറയും സുഖല്ല, അങ്ങനെ പല പരാതികളൊക്കെ ഭൗതികമായ കാര്യങ്ങളാണ് പറയുന്നത്. അതിനൊക്കെ പരിഹാരം ഒരാൾക്ക് എഴുതി കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ തേങ്ങയിൽ 3 ഫാത്തിഹ സൂറത്ത് ഓതിയിട്ട് ഊതുക. എന്നിട്ട് ആ വെള്ളം കളഞ്ഞിട്ട് പിന്നെ നല്ല വെള്ളം നിറച്ചിട്ട് 113 ഖുൽഹുവല്ലാഹു ഓതുക. എന്നിട്ട് അതിക്ക് ഊതിയിട്ട് പിന്നെ 3 ഫാത്തിഹ സൂറത്ത് ഓതിയിട്ട് അതിങ്ങനെ രോഗിയെ ഒഴിഞ്ഞിട്ട് അത് ഇടിച്ചു പൊടിച്ചിട്ട് 3 വരി വെച്ചിട്ട് ഒരു വരി 3 കൂടിയ വടിയിൽ ഒരു വരി പുഴയിൽ ഒരു വരി പക്ഷികൾക്കും കൊടുക്കുക. അതാണ് ജിന്ന് നിർദ്ദേശിച്ച അമലാണ്. ഇതൊക്കെ ഭൗതികമായ സൃഷ്ടിയാണ് ജിന്ന്. ഭൗതികമായ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അതിന് കൊടുത്ത നിർദ്ദേശം. ഇതിപ്പോ ഷിർക്കോ വസീലത്തു ഷിർക്കോ ഇതാപ്പോ നമ്മൾ ചർച്ച ചെയ്യുന്നത് പണ്ഡിതന്മാര്. വസീലത്തു ഷിർക്ക് തന്നെ ഇപ്പൊ വിഗ്രഹം ഉണ്ടാക്കല് ഷിർക്ക, വസീലത്തു ഷിർക്ക. അങ്ങനെ തർക്കിക്കാൻ ഞങ്ങൾക്ക് അറിയാം എന്താ ഈ വസീലത്തു ഷിർക്ക് തന്നെ. ഷിർക്കുണ്ടാകുന്ന മാധ്യമമാണ് എന്ന് വിഗ്രഹ നിർമ്മാണം. അപ്പൊ നല്ല കാര്യം ഹറാമാണ്. വിഗ്രഹ നിർമ്മാണം, വിഗ്രഹം കൊത്തിണ്ടാക്കല് ഷിർക്കാണോ വസീലത്തു ഷിർക്കോ? ഷിർക്ക് തന്നെയല്ലേ. അതിനെ ആരാധിക്കുമ്പോഴല്ലേ ഷിർക്കുണ്ടാകുന്നത്. ഇതില്ലെങ്കിൽ പിന്നെ ഷിർക്കുണ്ടാവുക. ജിന്നിനോട് സഹായം ചോദിക്കുക, കാണാത്ത ജിന്നിനോട്. ജിന്ന് മുസ്ലിമാണോ കാഫിറാണോ തിരിച്ചറിയാൻ കഴിയുമോ? അത് നോക്കേണ്ട ആവശ്യമില്ല. ഭൗതികമായ സൃഷ്ടിയാണ് ജിന്ന്. ഇവിടുന്ന് പറഞ്ഞതാണല്ലോ. ഭൗതികമായ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. പിന്നെന്താ ഷിർക്ക് എന്നാ? പ്രാർത്ഥിച്ചാൽ ഷിർക്ക് തന്നെയാണ്. അത് കാന്തപുരം അബൂബക്കർ മുസ്ലിം പറയുന്നുണ്ടല്ലോ. എല്ലാ വാദപ്രതിവാദ സ്റ്റേജും ആദ്യം പറയും അള്ളാഹു അല്ലാതെ ആരോട് പ്രാർത്ഥിച്ചാലും ഷിർക്കാണ് എന്ന്. അത് പറഞ്ഞിട്ട് പിന്നെ പറയും ഇസ്തിഗാസ സഹായം തേടിയാൽ എന്താണ്. ആദം നബി അലൈഹി സ്വലാമിനെ അവ്വാ ബീവിയും കൂടി സ്വർഗത്ത് ശ്രദ്ധിച്ചിട്ട് ആ മരത്തുമ്മക്ക് അടുക്കണ്ടെന്ന് പറഞ്ഞു. അടുത്താൻ ഈ വർഷമാവും. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇബിലീസ് വന്നിട്ട് പറഞ്ഞു എനിക്കൊരു വർത്തമാനം കേൾക്കണം. ഈ സ്വർഗത്തിലൊരു മരമുണ്ട്. ആ മരത്തിന്റെ പേരെന്താണ്? ഷജറത്തുൽ ഖുൽദ്. ശാശ്വതമായി ഏതൊരു കാലത്തും മരിക്കാത്ത അമൃത മരമാണ്. അതിപ്പോ ഏതാ ചോദിച്ചു. അപ്പൊ മൂപ്പര് കാണിച്ചു കൊടുത്തു അതാണ്. അപ്പൊ ആദായ പടച്ചവനെ അള്ള തൊടണ്ടെന്ന് പറഞ്ഞ മരം അതന്നെ ഇവൻ കാണിച്ചെന്ന മരം. അപ്പൊ എന്തോ രഹസ്യം ഉണ്ടല്ലോ, പഴച്ചിട്ടില്ലല്ലോ, എന്തോ ഒന്ന് ഉണ്ടെന്ന് തോന്നി. ആ പെണ്ണ് കേട്ടോ തിന്നാൻ പറഞ്ഞു. തിന്നിട്ട് പുറത്തു പോകും. ഇതാണ് ജിന്ന് നമുക്ക് ചോദിക്കാതെ ചെയ്ത ഉപകാരം. ചോദിക്കാൻ മാത്രം അന്ധബുദ്ധികളെ നമ്മളൊന്ന് കണ്ടാൽ അതിനേക്കാൾ വലിയ ഉപകാരമേ ചെയ്യുള്ളൂ. അതുകൊണ്ട് അള്ളാഹു തആല നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. മുമ്പുള്ളതിനേക്കാൾ ശക്തിയായി തൗഹീദും സുന്നത്തും പ്രബോധനം ചെയ്ത് നമ്മുടെ ഈ പണ്ഡിതന്മാരെ പിന്നിൽ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇതുവരെ കഴിഞ്ഞ സമ്മേളനത്തെക്കാളൊക്കെ വലിയ ഉജ്ജ്വല സമ്മേളനമായി നമ്മുടെ സമ്മേളനം വിജയിച്ച് സന്തോഷപൂർവ്വം തിരിച്ചു വരാനും ആയിരക്കണക്കിന് ഖുറാഫാത്തിൽ നിന്ന് മുഅ്മിനീങ്ങളെ മുസ്ലിമീങ്ങളെ മോചിപ്പിക്കാനും ഒക്കെ നമ്മുടെ സമ്മേളനം കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു ആദർശ പ്രസ്ഥാനമാണ്. കേഡർ സ്വഭാവത്തിലുള്ള ഒരു സംഘടനയല്ല. അല്ലാഹുവിന്റെ ദീൻ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് സച്ചരിതരായ മുൻഗാമികൾ സലഫ് സ്വാലിഹുകൾ എങ്ങനെ മനസ്സിലാക്കി സ്വീകരിച്ച് ആചരിച്ചു അതുപോലെ മനസ്സിലാക്കി സ്വീകരിച്ച് ആചരിക്കുകയും അതുപോലെ പ്രബോധനം ചെയ്യുകയും ചെയ്യുന്ന ഒരു കൂട്ടായ്മയാണ് സലഫി പ്രസ്ഥാനം. ഈ കേരളക്കരയിൽ വ്യക്തി തലത്തിൽ തുടങ്ങി സംഘടിത രൂപം കൊണ്ട് ഒരു നൂറ്റാണ്ട് പൂർത്തിയായിരിക്കുകയാണ്. ഈ പ്രസ്ഥാനത്തിന്റെ തത്വത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പ്രബോധനം ആദ്യകാലത്ത് തുടക്കം കുറിച്ചത് നിങ്ങളേവരും മനസ്സിലാക്കിയ പോലെ മക്ദി തങ്ങളായിരുന്നു. ഒരു ജീവിതകാലം മുഴുവൻ ഇസ്ലാമിന്റെ പുറത്തു നിന്നുള്ള ശക്തികളുടെ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞു ഇസ്ലാമിന്റെ തനിമ ആളുകൾക്ക് ബോധ്യപ്പെടുത്തിക്കൊടുത്ത് മുസ്ലിം സമുദായത്തിനുള്ളിൽ നിന്ന്
നേരിട്ടുകൊണ്ടിരുന്ന എതിർപ്പുകളെ തൃണവൽക്കരിച്ചുകൊണ്ട് പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തി 1912 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞുപോയി. അദ്ദേഹം പാകപ്പെടുത്തിയെടുത്ത ആ മണ്ണിലാണ് വക്കം മൗലവി പ്രവർത്തനം ആരംഭിക്കുന്നത്. അതാണ് സംഘടിത രൂപം കൊണ്ട് പ്രാദേശികമായ കൊച്ചു സംഘങ്ങൾ ഉടലെടുത്ത് കേരള മുസ്ലിം ഐക്യസംഘം രൂപീകൃതമായി. ഐക്യസംഘത്തിന്റെ തീരുമാനപ്രകാരം കേരള ജമിയത്തുൽ ഉലമ രൂപീകരിക്കപ്പെട്ട് കേരള ജമിയത്തുൽ ഉലമയും ഐക്യസംഘവും ഒരുമിച്ച് കേരളക്കരയിൽ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞു വീശി ശിർക്ക് വിഘ്നത്തുകളുടെ കോട്ട കൊത്തളങ്ങൾ തകർത്തടിച്ച് അവസാനം ഐക്യസംഘം എന്ന പേരിൽ പ്രവർത്തിക്കേണ്ടതിൽ നിന്ന് തീരുമാനിക്കുകയും പിന്നീട് കേരള ജമിയത്തുൽ ഉലമയുടെ തീരുമാനപ്രകാരം കേരള നദ്വത്തുൽ മുജാഹിദീൻ രൂപീകൃതമാവുകയും ആ കേരള നദ്വത്തുൽ മുജാഹിദീന്റെ രൂപീകരണത്തോടനുബന്ധിച്ച് ആ പ്രവർത്തനങ്ങൾ അനുസ്യൂതം തുടർന്നു വരികയും പ്രവർത്തന സൗകര്യാർത്ഥം യുവാക്കൾക്ക് വേണ്ടി മാതൃസംഘടനയുടെ കീഴിൽ കേരള ജമിയത്തുൽ ഉലമയുടെ മാർഗനിർദ്ദേശമനുസരിച്ച് ഒരേ ആദർശത്തിൽ ഒരേ രൂപത്തിൽ പ്രവർത്തിക്കുന്നതിനു വേണ്ടി ഒരു പ്രത്യേക വിങ് രൂപീകരിക്കുകയും അതുപോലെ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ഈ മഹത്തായ ആദർശം കുരുന്ന ഹൃദയങ്ങളിൽ തന്നെ കരുപ്പിടിപ്പിക്കുന്നതിനു വേണ്ടി ഒരു പ്രത്യേക വിദ്യാർത്ഥി വിഭാഗത്തിന് രൂപം കൊടുക്കുകയും അതുപോലെ സ്ത്രീകൾക്കിടയിലുള്ള പ്രവർത്തനത്തിനു വേണ്ടി വനിതാ വിഭാഗത്തിന് രൂപം കൊടുക്കുകയും ഇതുപോലെ പ്രത്യേകമായ ഉപവിഭാഗങ്ങൾ ബിസ്മിയെപ്പോലെ IMB-യെപ്പോലെ വിവിധ ലക്ഷ്യങ്ങൾക്കായുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്തു. എന്നാൽ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സച്ചരിതരായ മുൻഗാമികൾ മനസ്സിലാക്കി സ്വീകരിച്ചാചരിച്ചതുപോലെ കേരള ജമിയത്തുൽ ഉലമ പണ്ഡിതോചിതമായ നേതൃത്വം നൽകുകയും കേരള നദ്വത്തുൽ മുജാഹിദീൻ അത് നടപ്പിൽ വരുത്തുകയും അതിന്റെ കീഴിൽ പ്രവർത്തന സൗകര്യത്തിനു വേണ്ടി പോഷക ഘടകങ്ങളും ഉപഘടകങ്ങളും അതുമുതൽക്ക് പ്രവർത്തിച്ചു വന്നുകൊണ്ടിരിക്കുകയുമാണ്. ഈ പ്രസ്ഥാനത്തിന്റെ ചരിത്രം പരിശോധിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും, ഈ പ്രസ്ഥാനം അതിന്റെ തുടക്കം മുതൽ ഐക്യസംഘം രൂപീകരിച്ച് ഒരു വർഷം പിന്നിട്ടപ്പോൾ ഐക്യസംഘത്തിന്റെ വാർഷിക സമ്മേളനം നടത്തി. ആ വാർഷിക സമ്മേളനം രണ്ടാമതും നടന്നു, മൂന്നാമത്തെ വർഷവും നടന്നു. ഈ വാർഷിക സമ്മേളനങ്ങൾ പ്രസ്ഥാനത്തിന്റെ വളർച്ചയിലെ വലിയ നാഴികക്കല്ലുകളായിരുന്നു. പ്രസ്ഥാന ചരിത്രം പഠിച്ച ആർക്കും അത് ബോധ്യപ്പെടുന്ന യാഥാർത്ഥ്യമാണ്. ആ നിലക്കാണ് പ്രസ്ഥാനം വളർന്നു പന്തലിച്ചിട്ടുള്ളത്. ഐക്യസംഘം ഒരു വ്യാഴവട്ടക്കാലമാണ് കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ പ്രധാന നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സമ്മേളനങ്ങൾ നടത്തിയിട്ടുള്ളത്. ഈ സമ്മേളനങ്ങൾക്ക് മുടക്കം സൃഷ്ടിച്ചവരും സമ്മേളനത്തിന് തടസ്സമുണ്ടാക്കിയവരും വെള്ളം പോലും തടഞ്ഞവരും കടകൾ അടച്ച് ബഹിഷ്കരിച്ചവരും എതിർപ്പുകൾ അഴിച്ചുവിട്ടവരും അങ്ങനെ പലതും കഴിഞ്ഞുപോയിട്ടുണ്ട്. ഐക്യസംഘത്തിന്റെ പ്രവർത്തനം നിലച്ച് നിർത്തിവെച്ച് ജമിയത്തിന്റെ തീരുമാനപ്രകാരം KNM രൂപീകരിക്കപ്പെട്ട് KNM പിന്നീട് ഇതുപോലെ അതിന്റെ പ്രവർത്തക സമ്മേളനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ആ സമ്മേളനങ്ങൾ വർഷാവർഷങ്ങളിൽ നടന്നു. എന്റെ പ്രസ്ഥാനത്തിന്റെ ചരിത്രാന്വേഷണത്തിൽ ഇടമുറിഞ്ഞുപോയ ഏതാനും ചില സമ്മേളനങ്ങൾ മാത്രമേ ഉള്ളൂ. വർഷങ്ങളിൽ മാത്രമേ സമ്മേളനം നടക്കാതിരുന്നിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ആ കാലം മുതൽക്ക് നടന്നു വന്നിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മുടെ പണ്ഡിത തറവാട്ടിലെ കാരണവരും ഈ യോഗത്തിലെ അധ്യക്ഷനുമായ അഭിവന്ദ്യനായ കരിവള്ളി മുഹമ്മദ് മൗലവി നമ്മുടെ പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ, ഈ തൗഹീദി പ്രബോധനത്തിന്റെ വളർച്ചയിൽ അതിശക്തമായ പങ്ക് വഹിച്ചിട്ടുള്ള സമ്മേളനങ്ങളിൽ ഇപ്പോൾ നാം 8ാമത് മുജാഹിദ് സംസ്ഥാന സമ്മേളനം തീരുമാനിച്ച് കാത്തിരിക്കുകയാണ്. അതിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ തൗഹീദി പ്രബോധനത്തിനും ആ പ്രബോധനത്തിന്റെ പ്രധാനപ്പെട്ട മാധ്യമമായ ഈ സമ്മേളനത്തിനും തടസ്സം നിൽക്കുന്ന നിലക്ക് ദുർബലമായ ഒരു ഹദീസ് പിടിച്ചുകൊണ്ട് ഈ ശിർക്കൻ വാദവുമായി കോലാഹലമുണ്ടാക്കി നടക്കുകയല്ല വേണ്ടത്.
നമ്മുടെ സമ്മേളന പ്രവർത്തനങ്ങളിലൂടെയും അതല്ലാത്ത പ്രവർത്തനങ്ങളിലൂടെയും തൗഹീദ് മുറുകെ പിടിച്ചുകൊണ്ട്, തൗഹീദിനു വേണ്ടി ശബ്ദിച്ചുകൊണ്ട്, തൗഹീദിനു വേണ്ടി നിലക്കൊണ്ടുകൊണ്ട് മുവഹിദുകളായി ജീവിച്ചു മരിച്ച് പരലോകത്ത് നാം സ്വർഗപ്രവേശനത്തിന് സജ്ജമാവുകയാണ് വേണ്ടതെന്ന ആഹ്വാനം അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ഞാനിവിടെ അടിവരയിട്ടുകൊണ്ടാണ് എന്റെ സംസാരം തുടങ്ങുന്നത്. ഇതുപോലെ ആ കഴിഞ്ഞ മഹത്തായ ആ സമ്മേളനങ്ങൾ, ഓരോ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഇതെല്ലാം തന്നെ ഊന്നൽ നൽകുന്നത് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ സമ്മേളനങ്ങൾ. അതാണ് പിന്നീട് വേറെ വേറെ നടന്നു വന്നത്. പൊളിക്കൽ വെച്ച് നമ്മൾ മുജാഹിദ് സംസ്ഥാന സമ്മേളനം എന്ന പേരിൽ ഒരു ബൃഹത്തായ വലിയ ഒരു സമ്മേളനം, ഗംഭീരമായ സമ്മേളനം പൊളിക്കൽ വിശാലമായ പാടത്ത് നമ്മൾ നടത്തി. അവിടെ KNM-ഉം ജമിയത്തും ISM-ഉം MSM-ഉം MGM-ഉം എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ടുള്ള സമ്മേളനമായിരുന്നു. ആ സമ്മേളനം കണ്ട് വിരളി പിടിച്ചുകൊണ്ട് പുറത്തുപോയി അറബികൾക്കിടയിൽ തങ്ങളാണ് സലഫികളെന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ജമാഅത്തുകാരായ ആളുകൾക്ക് ഈ സമ്മേളനത്തിൽ വരുന്ന അറബികൾ ആരെങ്കിലും ഈ സലഫി കൂട്ടായ്മ കണ്ടാൽ ഇതുവരെ തങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്ന് വരില്ലല്ലോ എന്നുള്ള നിലക്ക് അവിടെ മുതൽക്ക് നമ്മുടെ സമ്മേളനത്തെ സംബന്ധിച്ച് അപകീർത്തിപ്പെടുത്താനും മറ്റാരോപണങ്ങൾ ഉന്നയിക്കാനും നാട്ടിലും വിദേശത്തുമൊക്കെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു. പിന്നീട് നമ്മുടെ ഫറോക്ക് സമ്മേളനം, ആ ഫറോക്ക് സമ്മേളനം, അതുപോലെ തന്നെ പിന്നീട് കുറ്റിപ്പുറം സമ്മേളനം. ഈ ഫറോക്ക് സമ്മേളനം കഴിഞ്ഞപ്പോൾ 3 വർഷങ്ങൾ കൂടുമ്പോഴുള്ള സമ്മേളനം, അത് നമുക്ക് പ്രായോഗികമല്ലെന്ന തിരിച്ചറിവ്, ആളുകളുടെ ആധിക്യം കൊണ്ട് നാം ഇനി ആ സമ്മേളനം 5 വർഷത്തിലൊരിക്കൽ മതി എന്ന് തീരുമാനിച്ചു. എന്നാൽ നമ്മുടെ ഫറോക്ക് സമ്മേളനത്തിലേക്ക് എത്തിയപ്പോൾ ഇന്ത്യയുടെ പൈതൃകത്തെ, പാരമ്പര്യത്തെ കുത്തി തകർത്തുകൊണ്ട് ചില തൽപര കക്ഷികൾ, അഥവാ ബാബരി മസ്ജിദ് തകർത്ത് 2 സമുദായങ്ങൾ വാളോങ്ങി നിൽക്കുന്ന സന്ദർഭത്തിൽ ഡിസംബർ 6-നാണ് സംഭവം. ഉടനെയാണ് നമ്മുടെ സമ്മേളനം. ഈ സന്ദർഭത്തിൽ ഒരു സമുദായത്തിന്റെ സമ്മേളനം അത് അനാരോഗ്യകരമാണ്, പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന പൊതുവായ വിലയിരുത്തലാണ് രാജ്യത്ത് ഉണ്ടായിരുന്നത്. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രപരമായ പാരമ്പര്യം, ഈ രാജ്യത്തിനത് ചെയ്തിട്ടുള്ള സേവനങ്ങൾ, ഈ സമൂഹത്തിനത് ചെയ്തിട്ടുള്ള സേവനങ്ങൾ, ഈ സമുദായത്തിന് ചെയ്തിട്ടുള്ള സേവനങ്ങൾ, അതിന്റെ അജണ്ട അത് രഹസ്യമല്ല, അത് പരസ്യമാണ്. അതുകൊണ്ട് രാജ്യത്തെ ഭരണാധികാരികൾക്കും രാഷ്ട്രീയ നായകന്മാർക്കും അതേപോലെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്കും ഇവിടുത്തെ ഭരണചക്രം കറക്കുന്നവർക്കും നീതിപീഠത്തിനുമൊക്കെ മുജാഹിദ് പ്രസ്ഥാനം എന്താണ് ഏതാണ് എന്ന് വളരെ കൃത്യമായി അറിയാം. നമ്മുടെ കേരളത്തിലെ അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന അന്നത്തെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ അവരോടൊപ്പമുള്ള നമ്മുടെ സമുദായ നേതാക്കളും രാഷ്ട്രീയ നായകന്മാരും മുജാഹിദ് പ്രസ്ഥാനം ഇപ്പോൾ ഒരു സമ്മേളനം നടത്തുന്നത് ഇവിടെ സൗഹാർദ്ദ സ്പർദ്ധ ഉണ്ടാക്കാനല്ല, മതം സൗഹാർദ്ദത്തിന് എന്ന പ്രമേയം ഐക്യത്തിലേക്കും സാഹോദര്യത്തിലേക്കും സൗഹാർദ്ദത്തിലേക്കുമാണ് നയിക്കുക. അതുകൊണ്ട് ഈ സമ്മേളനം നടക്കുന്നത് ഗുണകരമാണെന്ന നമ്മുടെ ഭരണാധികാരികളുടെ തിരിച്ചറിവ്, ഭരണകൂടത്തിന്റെ തിരിച്ചറിവ്, ഉദ്യോഗസ്ഥന്മാരുടെ തിരിച്ചറിവ്, രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ തിരിച്ചറിവ്, ഇതാണ് ആ സന്ദർഭത്തിൽ നമ്മുടെ സമ്മേളനം നടത്താൻ ഇടയാക്കിയത്. നമ്മുടെ പ്രവർത്തകന്മാർക്ക് അറിയുമായിരുന്നില്ല സമ്മേളനത്തിന്റെ പേരിലുണ്ടായിരുന്ന പ്രയാസങ്ങൾ. എല്ലാവരും പാലക്കാട്ടേക്ക് ഒഴുകിയെത്തുകയാണ്. അന്ന് വൈകുന്നേരം വരെ സമ്മേളനം അന്ന് നടക്കുമോ എന്ന് ഉറപ്പില്ലായിരുന്നു. നമുക്ക് തുടങ്ങിക്കോളൂ എന്ന് സമ്മതം കിട്ടി. അന്ന് അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി 1-ാമത്തെ ദിവസം പൂർത്തിയായി. അത് കഴിഞ്ഞ് 2-ാമത്തെ ദിവസം ആ സമ്മേളനം കഴിഞ്ഞ് ആളുകൾ സുഖമായി അവർ സമ്മേളന പന്തലിൽ ഒന്നുമറിയാതെ കഴിഞ്ഞുകൂടുന്നു. നമ്മുടെ നേതൃത്വവും ബന്ധപ്പെട്ടവരും മാത്രം കൂടിയാലോചിക്കുന്നു. പിറ്റേ ദിവസം തുടങ്ങാനും സമ്മതമായി. ഭംഗിയായി നമ്മുടെ ക്യാമ്പ് നടന്നു. അടുത്ത ദിവസവും നടന്നു. മുഴുവൻ ദിവസവും നടന്നു. റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് ഗംഭീരമായി ആ സമ്മേളനം നടന്ന് നാം പിരിഞ്ഞു പോന്നു. ആ സന്ദർഭത്തിൽ മുസ്ലിം സമുദായത്തിൽ തന്നെ ഈ പ്രസ്ഥാനത്തെയും ഈ ആദർശത്തെയും ഇവിടെയുള്ള സൗഹാർദ്ദത്തെയും ഐക്യത്തെയും തകർക്കണമെന്ന് കരുതിക്കൊണ്ട് അവിടെ ആ പാതിരാത്രിയുടെ മറവിൽ പോസ്റ്റർ ഒട്ടിക്കുന്നു.
രണ്ട് സമുദായങ്ങളെ, ഹൈന്ദവരെയും മുസ്ലിമീങ്ങളെയും തമ്മിൽ അടുപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ അറിയപ്പെടുന്ന ടൈഗർ സുന്നികളാണ് ആ പ്രവർത്തനം ചെയ്തതെന്ന് അവരെ കയ്യോടെ പിടിച്ചുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തതോടുകൂടി ഇതിന്റെ പിന്നിൽ ഇത്തരത്തിലുള്ള ഗൂഢസംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ രംഗത്ത് കൊണ്ടുവന്നു. റബ്ബിന്റെ തൗഫീഖ്, ഏത് ഗൂഢാലോചനക്കാരനും ഏത് ഗൂഢസംഘവും എന്ത് നിഗൂഢ പ്രവർത്തനങ്ങൾ ചെയ്താലും വമകറു വമകറല്ലാഹ് വല്ലാഹു ഖൈറുൽ മാകിരീൻ, അവർ കുതന്ത്രങ്ങൾ കാണിച്ചു. എന്നാൽ ആ കുതന്ത്രക്കാരുടെ ഒക്കെ മീതെ സകല കുതന്ത്രങ്ങളെയും അതിജയിക്കുന്ന അല്ലാഹുവിന്റെ തന്ത്രം, അവനാണ് ഏറ്റവും വലിയ തന്ത്രശാലി. അവന്റെ തന്ത്രത്തെ അതിജയിക്കാൻ ആർക്കും കഴിയില്ല. ഇരുട്ടിന്റെ മറവിൽ പോസ്റ്ററുകൾ ഒട്ടിച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തെ ഭീകരവാദികളാക്കാൻ ശ്രമിച്ച, രണ്ട് സമുദായങ്ങളെ തമ്മിൽ തല്ലിക്കാൻ ശ്രമിച്ച അത്തരം ഭീകര ശക്തികൾ പുറത്തു വന്നുകൊണ്ടാണ് വാസ്തവത്തിൽ അത് സമ്മേളനം അത് നമ്മൾ ഉദ്ദേശിച്ച പോലെ റബ്ബിന്റെ തൗഫീഖ് അനുസരിച്ച് ഭംഗിയായി നടന്നത്. അതിനുശേഷം നടന്നിട്ടുള്ള നമ്മുടെ പിലാത്തറ സമ്മേളനം, പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ പണ്ട് മുതൽക്ക് തന്നെ ഉണ്ടായി വന്നിട്ടുള്ള ആദർശപരമായ പ്രശ്നങ്ങൾ അത് ഇനിയും തുടർന്നുകൊണ്ടിരിക്കും. അത് അവസാനിച്ചിട്ടില്ല. അത് ലോകാവസാനം വരെ ഉണ്ടാവുന്ന ഒരു പ്രതിഭാസമാണ്. അതിലെനിക്ക് സങ്കടമുണ്ട്, നിങ്ങൾക്കും സങ്കടമുണ്ടാകും. ഒരുപാട് ആളുകൾ ഈ സങ്കടം പങ്കുവെക്കാറുണ്ട്. എന്താണ് നിങ്ങളൊക്കെ ഈ പ്രസ്ഥാനത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ആ പ്രശ്നങ്ങളൊന്നും കാണാത്ത മട്ടിൽ നിങ്ങളിങ്ങനെ നടന്നു പോകുന്നതെന്താ എന്ന് എന്നെപ്പോലുള്ള പ്രവർത്തകന്മാര്, പലപ്പോഴും നിഷ്കളങ്കരായ സാധാരണ പ്രവർത്തകന്മാര്, അവർക്കുണ്ടാകുന്ന വിഷമങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് പലപ്പോഴും അവർ ചോദിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഒരു വേള അവർ പറയുന്നത് ശരിയാണ്. പക്ഷേ ഈ മാനവതക്കൊരു ചരിത്രമുണ്ട്. ആദം നബി മുതൽക്ക് ഇന്നോളമുള്ള ഒരു ചരിത്രമുണ്ട്, നമുക്കറിയാവുന്ന ചരിത്രമുണ്ട്, വസ്തുനിഷ്ഠമായ ചരിത്രമുണ്ട്. ആദം നബിക്ക് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത മാർഗദർശനം അനുസരിച്ച് അന്നു മുതൽക്ക് തലമുറ കൈമാറി യുഗാന്തരങ്ങളിലൂടെ പകർന്ന് അത് അണുഅളവ് വ്യതിചലിക്കാതെ ആ ഒരവസ്ഥയിൽ തന്നെ നിലക്കൊള്ളുകയായിരുന്നുവെങ്കിൽ പിന്നെ പ്രവാചകന്മാർ വരേണ്ടതില്ലായിരുന്നു. ഇവിടെ ആദർശ വ്യതിയാനം ഉണ്ടാവുകയില്ലായിരുന്നു. ആരും ശിർക്കിലേക്ക് പോവുകയില്ലായിരുന്നു. ആരും ബിദ്അത്ത് ചെയ്യുകയില്ലായിരുന്നു. ആരും തെറ്റുകൾ ചെയ്യുകയില്ലായിരുന്നു. പക്ഷേ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് രണ്ട് വഴികൾ അവന് കാണിച്ചു കൊടുത്ത് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാവുന്ന പാകതയിലാണ്. ആ നിലക്ക് മനുഷ്യൻ നന്മ ചെയ്യുന്നവനും തിന്മ ചെയ്യുന്നവനുമുണ്ട്. അവരോടൊപ്പം തന്നെ അള്ളാഹു ചെകുത്താനെ, ഈ ദുശക്തിയെ, മനുഷ്യനെ വഴിപിഴപ്പിക്കുന്ന ദുശക്തിയെ അവർക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ട് അത്തരം ഒരു ശക്തിയെയും അവൻ സൃഷ്ടിച്ചിട്ടുണ്ട്. അവൻ റബ്ബിനോട് പറഞ്ഞിട്ടുണ്ട്, ഞാനവരെ നേർവഴിയിൽ നിന്ന് തെറ്റിക്കുമെന്ന്. നീ ശ്രമിച്ചോ, നിനക്ക് എല്ലാവരെയും വഴിതെറ്റിക്കാനാവില്ല. അതെ, നിന്റെ മുവഹിദുകളായ, മുഖ്ലസീങ്ങളായ, നിഷ്കളങ്കരായ, തൗഹീദുള്ള, ആത്മാർത്ഥതയുള്ള വിശ്വാസികളെ വഴിതെറ്റിക്കാൻ കഴിയില്ലെന്ന് അവനും സമ്മതിച്ചതാണ്. തുടങ്ങിയവന്റെ പ്രവർത്തനം ആ പ്രവർത്തനം അള്ളാഹുവിന്റെ റസൂല് പറയുന്നത്, ഖുദ്സിയായ ഹദീസ് മുസ്ലിം റിപ്പോർട്ട് ചെയ്തത് ഇപ്രകാരമാണ്: എന്റെ അടിമകളെ ഋജുമാനസരായിട്ടാണ് ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നാൽ ചെകുത്താൻ അവരെ ആ നേരായ വഴിയിൽ നിന്ന് തെറ്റിക്കുകയാണ് ചെയ്തത്. യാതൊരു തെളിവുമില്ലാത്ത ശിർക്കിലേക്കാണ് അവനവരെ കൊണ്ടുപോയത്. അവിടെ നിന്നാണ് മനുഷ്യ സമൂഹത്തിൽ ഭിന്നിപ്പ് ഉടലെടുക്കുന്നത്, കക്ഷിത്വം ഉടലെടുക്കുന്നത്. എങ്ങനെയാണ് ഈ ശിർക്കിലേക്ക് കൊണ്ടുപോയത്? ചെകുത്താൻ വന്നിട്ടൊരു ബിംബമെടുത്ത് കയ്യിൽ കൊടുത്ത്, പിടിക്കടോ പിടി, നാട്ടടോ നാട്ട്, കൈകൂപ്പടോ കൈകൂപ്പ്, പൂജിക്കടോ പൂജിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്താൽ അത് മനുഷ്യൻ സ്വീകരിക്കില്ലെന്ന് ചെകുത്താന് പോലും അറിയും. അതുകൊണ്ടാണ് ചെകുത്താൻ സ്വീകരിച്ച മാർഗം നിങ്ങൾക്കറിയുമോ? വദ്സുവാഴൊക്കെ മരിച്ചുപോയില്ലേ? അവര് മഹാന്മാരല്ലേ? അവരെ ഓർക്കേണ്ടേ? ഓർക്കാൻ അവരിരുന്നിടത്ത് അവരുടെ രൂപമുണ്ടാക്കി വെക്കണം. ഒരു നല്ല ചിന്ത. ഇത് ശിർക്കാണെന്ന് ആര് പറയും? ആർക്ക് തോന്നും? അവരങ്ങനെ ചെയ്തു. അവർ പോയി തിരിച്ചു വന്നു, കണ്ടു, ഓർമ്മ പുതുക്കി. അടുത്ത തലമുറ വന്നപ്പോൾ ചെകുത്താൻ പറഞ്ഞു, നിങ്ങളുടെ ഉപ്പമാരൊക്കെ ഇതിന്റെ അടുക്കൽ പോയത് എന്തിനാ നിങ്ങൾക്കറിയുമോ?
അവരാണ് പരലോകത്ത് നിങ്ങൾക്ക് ശുപാർശ പറയുക. അതുകൊണ്ട് അവരോടാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ പറയേണ്ടത്. അവരുടെ സഹായം കൊണ്ടേ നിങ്ങൾക്ക് പരലോകത്ത് രക്ഷപ്പെടാനാകൂ. അങ്ങനെ ആ മരിച്ചുപോയ വദ് സുവാഇന്റെ പേരിൽ നാട്ടപ്പെട്ട പ്രതിഷ്ഠകളുടെ മുമ്പിൽ നിന്ന് ഈ മഹത്തുക്കളോട്, ബിംബങ്ങളോട് വിളിച്ച് സഹായം ചോദിക്കുന്ന, തേടുന്ന, പ്രാർത്ഥിക്കുന്ന, നേർച്ചയാക്കുന്ന, പൂജിക്കുന്ന, ആരാധനകൾ അർപ്പിക്കുന്ന കൊടിയ ശിർക്കിലേക്ക് അവർ എത്തിപ്പെട്ടു. അങ്ങനെയാണ് ഇവിടെ മുശ്രിക്കുകൾ ഉണ്ടായത്. അല്ലാതെ അള്ളാഹു ഒരു കൂട്ടം ആളുകളെ മുശ്രിക്കുകളായി പടച്ചുവിട്ടതല്ല, ഒരു കൂട്ടം ആളുകളെ മുവഹിദുകളായി വേറെയും പടച്ചുവിട്ടതല്ല. നേരെ മറിച്ച് ശുദ്ധ പ്രകൃതിയിൽ ഏകനായ റബ്ബിൽ വിശ്വസിച്ചവനെ ആരാധിച്ച് മുവഹിദുകളായി ജീവിക്കുന്നവരിൽ ചെകുത്താനാണ് ശിർക്ക് കൊണ്ടുവന്നത്. അവനാണ് അവരെ മുശ്രിക്കുകളാക്കി മാറ്റിയത്. പിന്നെ ഈ ഘട്ടത്തിലാണ് നൂഹ് നബി വരുന്നത്, പ്രബോധനം ചെയ്യുന്നത്. അതാണ് ചരിത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇങ്ങനെ ശിർക്കിലേക്ക് നയിച്ചുകൊണ്ട്, ശിർക്കിലേക്ക് മനുഷ്യൻ വിളിക്കുത്തരം ചെയ്തുകൊണ്ട്, മുശ്രിക്കുകളായിക്കൊണ്ടാണ് ഈ സമൂഹത്തിൽ കക്ഷിത്വം ഉടലെടുത്ത് ഭിന്നിപ്പുണ്ടായി ഈ ചേരിതിരിവുകൾ ഉണ്ടായി തീരുന്നത്. അത് തുടർന്നുകൊണ്ടേയിരുന്നു, അനുസ്യൂതം തുടർന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ മക്കയിലുണ്ടായിരുന്ന ബഹുദൈവ വിശ്വാസികൾ ഐക്യത്തിന്റെ ഒരു മിനിമം തത്വവുമായി വന്നു, ഒരൈക്യത്തിന്റെ സൂത്രവാക്യവുമായി വന്നു. നമുക്കൊന്ന് യോജിച്ചുകൂടെ, തർക്കമില്ലാതെ പോയിക്കൂടെ, നമ്മളൊരു കുടുംബത്തിൽ പിറന്നവരല്ലേ, ഖുറൈശികളല്ലേ, അറബികളല്ലേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഐക്യത്തിന്റെ സൂത്രവാക്യവുമായിട്ടാണ് അവർ കടന്നു വന്നത്. വഇൻ കാദൂ ലയഫ്തിനൂനക അനില്ലദീ ഔഹൈനാ ഇലൈക ലിതഫ്തരിയ അലൈനാ ഗൈറഹ വഇദൽ ലത്തഖദൂക ഖലീലാ. അവർ നിന്നെ കുഴപ്പത്തിൽ ആക്കുമാറായിട്ടുണ്ട്. എന്താണ്? മുഹമ്മദ് നബിയുടെ അടുക്കൽ വന്നൊരു രാത്രി നേരം പുലരുവോളം സംസാരിച്ചു കൊണ്ടിരുന്ന മുശ്രിക്കുകളായ ഖുറൈശി കാരണവന്മാര് ഐക്യത്തിന്റെ സൂത്രവാക്യം നബിയുടെ മുമ്പിൽ വെക്കുകയാണ്. നബി അവർ കുഴപ്പത്തിലാക്കാറായി. അള്ളാഹു പറയുന്നത്, നീ എങ്ങാനും അവരുടെ വാക്ക് കേട്ടുകൊണ്ട് ഫിത്നയിൽപ്പെട്ടാൽ അവർ നിന്നെ മിത്രമായി സ്വീകരിക്കും. ഇപ്പോൾ അവർക്ക് നിന്നെ വെറുപ്പാണ്, അവർക്ക് നിന്നോട് എതിർപ്പാണ്, അവർ നിന്നെ കൊല്ലാൻ നടക്കുകയാണ്. ഈ അസൂയയും ഈ വിദ്വേഷവും ഈ വെറുപ്പും ഈ കൊലവിളിയും ഇതൊക്കെ തന്നെ മാറും. അവർ നിന്നെ മിത്രമായി സ്വീകരിക്കും. നീ അവർ പറഞ്ഞത് കേട്ടാൽ മതി. വലൗലാ അൻ സബ്ബത്നാക ലഖദ് കിത്ത തർകനു ഇലൈഹിം ശൈഅൻ ഖലീലാ ഇദല്ല അദഖനാക ദുഅഫൽ ഹയാതി വദുഅഫൽ മമാത് ثم لا تجد لك علينا نصيرا. എന്നാൽ ഓ മുഹമ്മദ് എന്ന പ്രവാചകരെ, നാം താങ്കളെ ഇതിൽ, ഈ തൗഹീദ് എന്ന ഈ വിശ്വാസത്തിന്റെ കണിശതയിൽ നാം നിന്നെ ഉറപ്പിച്ചു നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ അവർ നിന്നെ വശീകരിച്ചു കുഴപ്പത്തിലാക്കിക്കൊണ്ട് സംസാരിച്ച ആ വശീകരണത്തിൽപ്പെട്ട് നീ കുഴപ്പത്തിലായി പോകുമായിരുന്നു. വലൗലാ അൻ സബ്ബത്നാക, നാം നിന്നെ ഉറപ്പിച്ചു നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ ലഖദ് കിത്ത തർകനു ഇലൈഹിം ശൈഅൻ ഖലീലാ, നീ കുറേശ്ശെ അവരിലേക്ക് ചാഞ്ഞു പോകാറാകുമായിരുന്നു എന്ന് അള്ളാഹുവാണ് പറയുന്നത്. ഇതൊരു ആരോപണമല്ല. ആരെപ്പറ്റിയാ പറയുന്നത്? മുഹമ്മദ് നബിയെ പറ്റിയാണ് പറയുന്നത്. അല്ലാഹു മുഹമ്മദ് നബിയെ പറ്റി പറയുന്നത്, മുഹമ്മദേ, ഈ കണിശമായ തൗഹീദിൽ ഞാൻ നിന്നെ ഉറപ്പിച്ചു നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ നീ അവരിലേക്ക്, അവര് വിളിക്കുന്നതിലേക്ക്, ശിർക്കിലേക്ക്, അവരുടെ ആവശ്യത്തിലേക്ക് നീ ചാഞ്ഞു പോകുമായിരുന്നു. നീ എങ്ങാനും അതിലേക്ക് ചാഞ്ഞു പോയാൽ ഇതല്ല അദഖനാക ദുഅഫൽ ഹയാതി വദുഅഫൽ മമാത്, ഈ ജീവിതത്തിലും മരണത്തിലും മരണാനന്തരവും നാം നിനക്ക് ഇരട്ടിക്കിരട്ടി ശിക്ഷ നൽകുമായിരുന്നു. ثم لا تجد لك علينا نصيرا, പിന്നെ നമുക്കെതിരിൽ ഒരു സഹായിയെയും നിനക്ക് കാണാൻ സാധിക്കുമായിരുന്നില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. ഇവിടെ ഞാൻ നിങ്ങളോട് പറയുന്നത് ഗൗരവത്തോടുകൂടി ചിന്തിക്കണം. തൗഹീദിൽ നിന്നുള്ള വ്യതിയാനം, ഓ മുജാഹിദായി ജനിച്ചോനാ, ഞാൻ മുജാഹിദായി ശിർക്കൊക്കെ ഒഴിവാക്കി വന്നോനാ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനോ അവനോ മറ്റുള്ളവനോ ഏതെങ്കിലും ഒരാളോ എന്റെ സംസാരത്തിൽ ശിർക്കുണ്ടാവില്ല.
എന്റെ വാദത്തിൽ ശിർക്കുണ്ടാവില്ല, എനിക്കൊരു ശിർക്കും തൊട്ട് തീണ്ടില്ല എന്ന് ആരും സമാധാനിച്ചിരിക്കേണ്ട. ജാഗ്രത വേണം. അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി അള്ളാഹുവാണ് ഇപ്രകാരം പറഞ്ഞത്. മഹാനായ ഇബ്രാഹിം നബിയിൽ മുഹമ്മദ് നബിയിൽ ഉസുവത്തുള്ളതുപോലെ നമുക്ക് ഉസുവത്ത് മാതൃകയുണ്ടെന്ന് പറഞ്ഞ ഖുർആൻ ആ ഇബ്രാഹിം നബിയുടെ ചരിത്രം ഉദ്ധരിക്കുന്നു. ചെറുപ്പത്തിൽ വിവരവും വിവേകവും ലഭിച്ച ഇബ്രാഹിം നബി ഉപ്പയോട് സംവാദം നടത്തി. ഭീഷണി കൊണ്ട് എറിഞ്ഞുകൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ വീട് വിട്ടിറങ്ങി, ജനങ്ങളിലേക്ക് ഇറങ്ങി, വളരെ സുന്ദരമായ പ്രബോധനം നടത്തി. മനുഷ്യനത് സ്വീകരിക്കാതെ കണ്ട് ബിംബങ്ങളിൽ ഒന്ന് നിർത്തി ബാക്കിയുള്ളത് അവരെ ചിന്തയെ തട്ടിയുണർത്തുന്നതിനായി നശിപ്പിച്ചു കളഞ്ഞ് അദ്ദേഹം ജനങ്ങൾ ഒരുമിച്ചുകൂടി. ആ സംഭവങ്ങളൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണ്. അവസാനം അഗ്നികുണ്ഡത്തിൽ എറിയപ്പെട്ട് ഒടുവിൽ അതിൽ നിന്ന് സുരക്ഷിതനായി അദ്ദേഹം നാടുവിട്ടുപോകുന്നു. പിരിഞ്ഞു പോകുമ്പോൾ രാജാവിനും പ്രജകൾക്കും നാട്ടുകാർക്കൊക്കെയും ഒരു ഏകദൈവത്തെപ്പറ്റി, ഏകദൈവ വിശ്വാസത്തെപ്പറ്റി, ഏകദൈവ ആരാധനയെപ്പറ്റി കൃത്യമായ ബോധം നൽകിക്കൊണ്ടാണ് വഅഅ്തസിലുക്കും വമാ തദ്ഊന മിൻ ദൂനില്ലാഹി വഅദ്ഉ റബ്ബി അസാ അല്ലാ അകൂന ബിദുആഇ റബ്ബി ശഖിയ്യ. അല്ലയോ ഈ ശിർക്ക് ചെയ്യുന്ന ആളുകളെ, നിങ്ങളെയും അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്ന സകലതിനെയും കൈയൊഴിച്ച് വിട്ടൊഴിഞ്ഞുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ. അവനോട് പ്രാർത്ഥിച്ചാൽ, അവനോട് ദുആ ചെയ്താൽ, അവനോട് സഹായം തേടിയാൽ ഞാൻ ആശയറ്റവനല്ല, അതിൽ ആശയുള്ളവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏക റബ്ബ്, ആ റബ്ബിനോടുള്ള പ്രാർത്ഥന അതുറക്കെ പ്രഖ്യാപിച്ചാണ് അദ്ദേഹം നാടുവിട്ടു പോകുന്നത്. മക്കാ മണലാരണ്യത്തിലെത്തി, വിജനമായ പ്രദേശം, അവിടെ തന്റെ കുടുംബത്തെ പാർപ്പിച്ച് പ്രബോധനത്തിന് പോയി. അവിടെ നിന്ന് തിരിച്ചു വന്ന് ഏകപുത്രൻ ഇസ്മായിലിനെ കൂട്ടി അതാ കഅബയുടെ പുനർനിർമ്മാണം പൂർത്തിയാക്കി. ആ കഅബയുടെ പ്രവർത്തനം സ്വീകരിക്കണമെന്ന് പ്രാർത്ഥിച്ച് ജീവിതാവസാനത്തിൽ റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന വജുനുബ്നി വബനിയ അൻ അഅ്ബുദൽ അസ്നാം, എന്നെയും എന്റെ മക്കളെയും ശിർക്ക് ചെയ്യുന്നതിൽ നിന്ന്, ബിംബാരാധനയിൽ നിന്ന് രക്ഷിക്കണമേ. എന്റെ ഇബ്രാഹിം നബിക്ക് ഞാൻ ഇബ്രാഹിമാണ്, അള്ളാന്റെ നബിയാണ്, അള്ളാന്റെ ഖലീലാണ്, ഉപ്പാനോട് സമരം ചെയ്ത് പുറത്തിറങ്ങിയവനാണ്, നാട്ടുകാരോട് തൗഹീദിന്റെ പേരിൽ ഞാൻ ഏറ്റുമുട്ടിയതാണ്, ബിംബങ്ങൾ തകർത്തവനാണ്, ബിംബാരാധന എതിർത്തതിന്റെ പേരിൽ അഗ്നികുണ്ഡത്തിൽ എറിയപ്പെട്ടവനാണ്, തൗഹീദിന്റെ കേന്ദ്രമായ കഅബ പടുത്തുയർത്തിയവനാണ്, തൗഹീദി പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്നവനാണ്. ആ ചെകുത്താൻ എന്റെ അടുക്കൽ വരില്ല, അവൻ എന്നെ ശിർക്കിലേക്ക് വിളിക്കില്ല, ഞാൻ നിർഭയനാണ് എന്നെന്റെ ഇബ്രാഹിം നബി കരുതാതിരുന്നത് വജുനുബ്നി വബനിയ അൻ അഅ്ബുദൽ അസ്നാം. അല്ലാഹുവേ, എന്നെയും ആരാണ് ഈ ഞാൻ, ആരാണ് എന്നെ എന്ന് പറഞ്ഞത്? ഖലീലുള്ള ഇബ്രാഹിം നബിയാണ്. വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീലാ എന്നല്ല പറഞ്ഞ ഇബ്രാഹിം നബിയാണ് എന്നെയും എന്റെ മക്കളെയും ശിർക്ക് ചെയ്യുന്നതിൽ നിന്ന്, ബിംബാരാധനയിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. ഇവിടെയാണ് സുഹൃത്തുക്കളെ നാം ചിന്തിക്കേണ്ടത്. ഇനി ഞാൻ പെട്ടെന്ന് വിഷയത്തിലേക്ക് വരികയാണ്. മുഹമ്മദുർ റസൂലുള്ള പറഞ്ഞു, നിങ്ങള് ശിർക്കിനെതിരിൽ ജാഗ്രത കൈക്കൊള്ളണം. എന്റെ സമുദായത്തിൽപ്പെട്ട ചില കുടുംബങ്ങള്, ഗോത്രങ്ങള് മുശ്രിക്കീങ്ങളോട് ചെന്നു ചേരും, ലോകാവസാനം സംഭവിക്കുന്നതിന് മുമ്പ് ചെന്നു ചേരും എന്നാണ് റസൂലുള്ള പറഞ്ഞിട്ടുള്ളത്. ഈ മുസ്ലിം ഉമ്മത്തിൽ മുവഹ്ഹിദുകളായ ഈ ആളുകൾ അവരാണ് മുശ്രിക്കുകളായി മുശ്രിക്കുകളോടൊപ്പം ചേരുന്നത്, അവരാണ് മുശ്രിക്കുകളായി മാറുന്നത്. മുഹമ്മദ് നബിന്റെ ഉമ്മത്തിൽ ശിർക്ക് വരില്ലെന്ന് പറയുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന, സുന്നികളായ ഞങ്ങളിൽ ശിർക്ക് വരില്ലെന്ന് പറയുന്ന
യാഥാസ്ഥിക പുരോഹിതന്മാര് പണ്ഡിതന്മാരും നമ്മുടെ നാട്ടിലേറെയുണ്ടവരുടെ വാദങ്ങളും പ്രസംഗങ്ങളും അവരുദ്ധരിക്കുന്ന തെളിവുകളും കേൾക്കുകയും അതിന് മറുപടി പറയുകയും ആയത്തും ഹദീസും പൂർവീകരായ പണ്ഡിതന്മാര് മനസ്സിലാക്കിയ പോലെ അവ ജനങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ വാദം ശരിയല്ലെന്ന് നാളിതുവരെ നമ്മൾ സമർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു വാദം ഉന്നയിച്ച് നടക്കുന്നവരുണ്ട്. അല്ലാഹുവിന്റെ റസൂലാണ് പറഞ്ഞിട്ടുള്ളത് അവർ ശിർക്കിലേക്ക് പോകുമെന്ന്. എന്നാൽ ഒരിക്കൽ റസൂലുള്ള പറഞ്ഞു, ഇമാം ദാരിമിയും മറ്റുള്ളവരും ഉദ്ധരിക്കുന്ന ഒരു റിപ്പോർട്ടിൽ നമുക്കിങ്ങനെ കാണാവുന്നതാണ്, നിങ്ങൾ ശിർക്ക് ചെയ്യും, അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കും എന്ന് റസൂലുള്ള പറഞ്ഞപ്പോൾ അശ്ശിർകു അഖ്ഫാ ഫീകും മിൻ ദബീബിൻ നംൽ, ഉറുമ്പരിക്കുന്നതിനേക്കാൾ ഗോപ്യമായി ശിർക്ക് നിങ്ങളിലേക്ക് ഇഴഞ്ഞു വരും. ആ പ്രയോഗങ്ങളൊക്കെ എത്ര പറഞ്ഞാലും എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല, എനിക്കത് ഓർക്കാതിരിക്കാൻ കഴിയില്ല, എനിക്കതിന്റെ ഗൗരവം ഉൾക്കൊള്ളാതിരിക്കാൻ കഴിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, എന്റെ സംസാരം കേൾക്കുന്ന ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ ബൈലക്സുകളിലൂടെയും മറ്റ് മീഡിയകളിലൂടെയും കേൾക്കുന്ന എന്നെ അനുകൂലിക്കുന്നവരാകട്ടെ പ്രതികൂലിക്കുന്നവരാകട്ടെ, ശിർക്കിനെ വെറുക്കുന്നവരാകട്ടെ, മൃദുഭാവം സ്വീകരിക്കുന്നവരാകട്ടെ, വാദിക്കുന്നവരാകട്ടെ, അതിനെ എതിർത്തുകൊണ്ട് തൗഹീദിനു വേണ്ടി പടപൊരുതുന്നവരാകട്ടെ, എല്ലാവരോടും ഒരുപോലെ പറയാനുള്ളത്, ഉറുമ്പ് വരുന്നത് എങ്ങനെ കാണുകയില്ലയോ അതുപോലെ നിങ്ങൾ അറിയാതെ കാണാതെ നിങ്ങളിലേക്ക് ശിർക്ക് വരുമെന്നാണ് റസൂലുള്ള പറഞ്ഞത്. അബൂബക്കർ സിദ്ദീഖിനും പെട്ടെന്ന് ഞങ്ങളിലേക്ക് ശിർക്ക് വരികയോ അദ്ദേഹം ചോദിച്ചു. നബിയുടെ മറുപടി, അതെ അബൂബക്കർ, പക്ഷെ നിങ്ങൾക്കത് ബാധിക്കാതിരിക്കാനുള്ള ഒരു മാർഗം ഞാൻ പറഞ്ഞു തരാം. അവിടുന്ന് പറഞ്ഞത് ഇപ്രകാരമാണ്, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞോ, അള്ളാഹിനോട് പ്രാർത്ഥിച്ചോ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലം വ അസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. എന്റെ വായിൽ നിന്ന് ഈ പ്രാർത്ഥന 1000 വട്ടമെങ്കിലും എന്റെ സംസാരം കേൾക്കുന്നവർ കേട്ടിട്ടുണ്ടാകും. ഇവിടെ റുഖിയ ശർഇയ്യ പഠിപ്പിക്കുന്നവരും അതിന്റെ പേരിൽ പല മന്ത്രങ്ങളും തന്ത്രങ്ങളും പഠിപ്പിക്കുന്നവരും അതുപോലുള്ള ദിക്ർ ദുആകൾ പഠിപ്പിക്കുന്നവരും ഈ പ്രാർത്ഥന പലപ്പോഴും പഠിപ്പിക്കാറില്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഈ ശിർക്കിന് എതിരാണ് ഞങ്ങളെന്ന്, ഞാൻ ശിർക്കിനെതിരാണെന്ന് വാതോരാതെ സംസാരിക്കുകയും എന്നിട്ട് ശിർക്ക് സമർത്ഥിക്കുകയും ശിർക്കിനെ ന്യായീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ വായയിൽ ഒരിക്കൽ പോലും ഈ പ്രവാചകൻ പഠിപ്പിച്ച ഒറ്റമൂലി അബ്ദുറഹിമാൻ സലഫിയുടെ പ്രസംഗത്തിൽ നിന്ന് കട്ടുമുറിച്ച് ക്ലിപ്പുണ്ടാക്കി അതിലെ പദങ്ങൾ ഓരോന്ന് നിർത്തി നിർത്തി ദുർവ്യാഖ്യാനിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ അതൊറ്റമൂലികയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവൻ പോലും ഈ നബിവചനം മുഹദ്ദിസാണെന്ന് അവകാശപ്പെട്ടാലും ഈ നബിവചനം എന്തേ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാത്തത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലം. അല്ലാഹുവേ, അറിഞ്ഞുകൊണ്ട് ശിർക്ക് ചെയ്യുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു, ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വ അസ്തഗ്ഫിറുക ലിമാ ലാ അഅലം. ഞാൻ അറിയാതെ വല്ല ശിർക്കും വന്നു പോവുകയാണെങ്കിൽ നീ എനിക്ക് പൊറുത്തു തരേണമേ. അറിയാതെ വന്നു ചേരുന്ന ശിർക്കിൽ നിന്ന് ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു. അറിഞ്ഞുകൊണ്ട് വല്ല ശിർക്കും വന്നു പോവുകയാണെങ്കിൽ ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു. ഈ പ്രാർത്ഥന നീ പ്രാർത്ഥിച്ചോ. നിന്റെ മനസ്സിൽ ആ പ്രാർത്ഥന നിറഞ്ഞു നിൽക്കട്ടെ. നിന്റെ ചുണ്ടുകളിലൂടെ അത് പുറത്തു വരട്ടെ. നീ ജീവിക്കുന്ന സാഹചര്യത്തിൽ ഈ പ്രാർത്ഥന മുറ്റി നിൽക്കുന്ന തൗഹീദിന്റെ അന്തരീക്ഷമായിരിക്കട്ടെ എന്നാണ് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത്. ഇതാണ് സുഹൃത്തുക്കളെ ശിർക്കിനെതിരിലുള്ള നിതാന്ത ജാഗ്രത. അതാണ് ഒരു മുജാഹിദ് പ്രവർത്തകന് വേണ്ടത്. റസൂലുള്ളയുടെ ഉമ്മത്തിലാണ് ശിർക്ക് വന്നത്. ഞാൻ വേഗം ഓടി വരികയാണ്. എന്റെ പിന്നിൽ പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ പ്രസംഗങ്ങളുണ്ട്, ധാരാളം ആളുകൾ സംസാരിക്കാനുണ്ട്. പക്ഷെ ഞാൻ തന്നെ പറയേണ്ട ചില കാര്യങ്ങൾ, അത് ഞാൻ എന്റെ അനാരോഗ്യം വകവെക്കാതെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത് എനിക്കു തന്നെ അത് പറയണം എന്നുള്ളത് കൊണ്ടാണ്. ഒരുപക്ഷേ ഞാൻ വ്യക്തിപരമായ ദുരാരോപണങ്ങളോ അല്ലെങ്കിൽ എന്റെ പേരിൽ അങ്ങനെ ഉന്നയിച്ചാൽ ഞാൻ
അത് വായിച്ചുകൊണ്ടും അത് കേട്ടുകൊണ്ടും ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് പെട്ടെന്ന് പ്രകോപിതനാവുകയും ദേഷ്യം പിടിക്കുകയും തുല്യനാണയത്തിൽ എന്തെങ്കിലും പറയുകയും ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് ആരെങ്കിലും എവിടെയെങ്കിലും ഒളിഞ്ഞോ തെളിഞ്ഞോ ഇരുന്ന് കാതോർക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് നിരാശപ്പെടാം എന്നേ എനിക്ക് പറയാനുള്ളൂ. ഈ വിഷയത്തിൽ തൗഹീദിന്റെ വിഷയത്തിൽ ആണ് വിഷയത്തിനോടുള്ള താൽപര്യവും ശിർക്കിനോടുള്ള എതിർപ്പും. അതിനാൽ മഹാനായ ഇബ്രാഹിം നബി പറഞ്ഞതുപോലെ എന്താണ് ഇബ്രാഹിം നബി പറഞ്ഞത്? അത് ബദത്തിൽ അദാവതു വൽ ബഗ്ളാഉ ബൈനനാ വബൈനകും ഹത്താ തുഅ്മിനൂ ബില്ലാഹി വഹദ. ഏകനായ റബ്ബിൽ വിശ്വസിച്ച് അവന്റെ ഏകത്വം അംഗീകരിച്ച് കണിശമായ തൗഹീദ് സ്വീകരിക്കുന്നത് വരെ ശിർക്കിന് ബാധിക്കുന്നവരെ എന്റെയും നിങ്ങളുടെയും ഇടയിൽ ആദർശപരമായ ആ അതിർവരമ്പ്, ആദർശപരമായ ആദർശത്തിന്റെ പേരിലുള്ള അനിഷ്ടവും അതേപോലെ തന്നെ ശത്രുതയും നിലനിൽക്കുക തന്നെ ചെയ്യും. അത് വൈയക്തികമല്ല, അത് വ്യക്തിപരമായതല്ല, മറ്റേതെങ്കിലും കാര്യത്തിലല്ല, ആദർശത്തിന്റെ പേരിലാണ്. സാക്ഷാൽ എ പി അബൂബക്കർ മുസ്ലിയാരോട് നമുക്കാർക്കെങ്കിലും വല്ല വിരോധവും ഉണ്ടോ? കുടുംബപരമായോ മറ്റോ വല്ല പ്രശ്നവും നമുക്കുണ്ടോ? അദ്ദേഹം ഒരു സുന്നി മുസ്ലിയാരാണ്. അദ്ദേഹത്തിന്റെ വാദം ശിർക്കാണ്. അദ്ദേഹം പ്രചരിപ്പിക്കുന്നത് ബിദ്അത്താണ്. തൗഹീദിനെയാണ് എതിർക്കുന്നത്, സുന്നത്തിനെയാണ് എതിർക്കുന്നത്. അതാണ് നമുക്ക് അദ്ദേഹത്തോടുള്ള പ്രശ്നം. നേരെ മറിച്ച് അടുത്ത കാലത്തായി അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ വിദ്യാഭ്യാസ രംഗത്തും ജീവകാരുണ്യ മേഖലയിലും മറ്റുള്ള പൊതുരംഗത്തും പല നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ആ നല്ല കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അദ്ദേഹം പ്രചരിപ്പിക്കുന്ന ശിർക്കിനെ, അദ്ദേഹം പ്രചരിപ്പിക്കുന്ന ബിദ്അത്തുകളെ നമുക്ക് കണ്ണടച്ചുകൊണ്ട് മൗനം പാലിക്കാൻ സാധ്യമല്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ട്, അവർക്കത് ചെയ്യാം. ഇതുപോലെ ജമാഅത്തെ ഇസ്ലാമിക്കാരോട് നമുക്കെന്താ വെറുപ്പ്? വ്യക്തിബന്ധം പല സുന്നി സുഹൃത്തുക്കളുമായും ഉള്ള പോലെ ജമാഅത്ത് സുഹൃത്തുക്കളുമായും നമ്മിൽ മിക്ക ആളുകൾക്കുമുണ്ട്. ഞാൻ ഇതുപോലുള്ള വേദികളിൽ ആദർശപരമായി ശക്തമായ ഭാഷയിൽ ആദർശം സ്ഥാപിച്ചുകൊണ്ട് എതിരാളികളുടെ വാദം എതിർത്തുകൊണ്ട് വളരെ കൃത്യമായി പ്രസംഗിക്കുന്ന ആളാണെങ്കിലും പല മുസ്ലിയാക്കന്മാരും സംസാരിക്കുകയും ലോക്യം പറയുകയും സലാം പറയുകയും വ്യക്തിബന്ധം സ്ഥാപിക്കുകയും ഒരുപാട് സുന്നി സുഹൃത്തുക്കൾ മുസ്ലിയാക്കന്മാരല്ലാത്തവരുമായി ഈ നാട്ടിൽ ബന്ധമുള്ളവരാണ്. നമ്മെപ്പോലുള്ള ആളുകൾ പല വേദികളിലും നമ്മൾ ഒരുമിച്ച് വേദികൾ പങ്കിടുകയും പ്രവർത്തനങ്ങളിൽ ഒന്നിച്ചു നിൽക്കുകയും ചെയ്യുന്നതുണ്ട്. ഇതുപോലെ ഇത്തരം കാര്യങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയപരമായ വ്യതിയാനമാണ്. തൗഹീദിൽ ഹാക്കിമിയത്തുള്ള കടത്തിക്കൂട്ടി പുതിയ മതരാഷ്ട്രവാദം തൗഹീദിന്റെ പേരിൽ കൊണ്ടുവന്നതാണ്. അടിസ്ഥാനപരമായി അവരും നമ്മളും വേർപിരിഞ്ഞു നിൽക്കുന്നത്. തബ്ലീഗ് ജമാഅത്തുകാര് സുന്നത്തിന്റെ കാര്യത്തിൽ ഇന്ന് ചിലര് തങ്ങളാണ് അതിൽ മുൻപന്തിയിലെന്ന് അവകാശപ്പെട്ട് നടക്കുന്നുവെങ്കിൽ ആവട്ടെ വിരോധമില്ല. നേരെ മറിച്ച് പ്രഥമദൃഷ്ട്യാ വേഷഭൂഷാദികളിൽ താടിയിലാണെങ്കിലും ജുബ്ബ ധരിച്ചുകൊണ്ട് നീണ്ട വസ്ത്രം ധരിച്ച് തുണി ഞെരിയാണിക്ക് മീതെ മുട്ടിന്റെയും ഞെരിയാണിയുടെയും മധ്യത്തിലേക്ക് കയറ്റി ഉടുത്തുകൊണ്ട് നടക്കുന്ന നമ്മുടെ തബ്ലീഗ് പ്രവർത്തകന്മാരായ ആളുകൾ, നമുക്കവരോട് ഇഷ്ടമാണ്, മതിപ്പാണ്. പക്ഷേ അവരുടെ ആദർശ പ്രബോധനത്തിൽ അവർ സ്വീകരിക്കുന്നതാണ് നമ്മൾ വഴിപിരിഞ്ഞു നിൽക്കുന്നത്. അവർ തൗഹീദ്, അമ്പിയാക്കൾ തൗഹീദിൽ നിന്നാണ്